RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ എക്സ്പ്രസ് വേഗതയിൽ RRB JEE ടയർ 1 എക്സാം സ്വന്തമാക്കിയാലോ? അതിനായി മുൻവർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും എന്നതാണ് ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, പീരിയോഡിക് ടെസ്റ്റ് ആൻഡ് അസസ്മെന്റ്, അതിലൂടെയുള്ള സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നിവ ഈ കോഴ്സിന്റെ മറ്റു പ്രത്യേകതകളാണ്. ടെക് PSC ഒരുക്കുന്ന ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ എക്സ്ക്ലൂസീവ് ഓഫറായ വെറും 999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ പഠിക്കുന്നത്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്. നമ്മൾ ഓൾറെഡി എന്താണ് ലെറ്റർ കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് പോകട്ടെ. അപ്പൊ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയാൻ നേരത്ത് എന്താ പറയാ, നമ്മളുടെ ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റീസണിങ്ങിൽ ലോജിക്കലി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് വരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ഷൻ പഠിക്കണം. അതായത് ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ എന്നൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് വേണം സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ ലെഫ്റ്റും റൈറ്റും നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറയാണ്, അതായത് നമ്മൾ നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ എന്ന് വിചാരിക്കാം, നമ്മൾ നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. നമ്മൾ നോർത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാലോ. ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഡയറക്ഷൻസ് വരയ്ക്കുകയാണെങ്കിൽ, ദിസ് ഇസ് നോർത്ത്, ദിസ് ഇസ് സൗത്ത്, ദിസ് ഇസ് വെസ്റ്റ്, ദിസ് ഇസ് ഈസ്റ്റ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് നമുക്ക് വരയ്ക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ്. മോസ്റ്റ്ലി ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയും ഫേസിങ് നോർത്ത്, ഫേസിങ് സൗത്ത് എന്നൊക്കെ പറയും. അപ്പൊ നോർത്തിലേക്കാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ ഈ സൈഡാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് പോലെ. അപ്പൊ ഈ സൈഡ് നമ്മുടെ കൈ നമ്മൾ നേരെ നോക്കുകയാണ്, മുകളിലേക്ക് നോക്കുകയാണ്. അതായത് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന പോലെ. അപ്പൊ ഈ സൈഡ് ലെഫ്റ്റും ഈ സൈഡുമായിരിക്കും എന്ത്, റൈറ്റ് എന്ന് പറഞ്ഞു വരുന്നത്. ഇനി നേരെ തിരിച്ച് നമുക്ക് എങ്ങോട്ടേക്ക് ഫേസ് ചെയ്യാം, സൗത്തിലേക്ക് ഫേസ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും, ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണ് മാറും. സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും എങ്ങനെയായിരിക്കും, നേരെ തിരിഞ്ഞു വരും. നമ്മളുടെ ലെഫ്റ്റും റൈറ്റിന്റെയും ഓപ്പോസിറ്റ് ആകും. അപ്പൊ നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും പോലെ തന്നെ. സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ലെഫ്റ്റും റൈറ്റിന്റെയും നേരെ ഓപ്പോസിറ്റ് വരും. ദാറ്റ് ഇസ് ദിസ് സൈഡ് ഇസ് റൈറ്റ് ആൻഡ് ദിസ് സൈഡ് ഇസ് ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിനെ ഞാൻ L എന്നും റൈറ്റിനെ ഞാൻ R എന്നുമാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കും. ഇനിയിപ്പോ നമുക്ക് എങ്ങോട്ടേക്ക് ഫേസ് ചെയ്യാം, വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യാം. അപ്പൊ വെസ്റ്റിലേക്കാണ് ഞാൻ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഇപ്പൊ എങ്ങോട്ടാ ഫേസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ബുക്കിൽ വെസ്റ്റിലേക്ക് ഒരു വര ഇട്ടിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുക. സോ വെസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് എവിടെയാ വരിക, വെസ്റ്റിലേക്ക് തിരിയാൻ നേരത്തെ നമ്മുടെ ലെഫ്റ്റ് ഈ സൈഡിലാണ് വരിക, താഴെയാണല്ലേ ലെഫ്റ്റ് വരുന്നത്. അപ്പൊ ലെഫ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ലെഫ്റ്റ് വരും. ആൻഡ് ഇവിടെ എന്ത് വരും, ഇവിടെ റൈറ്റ് വരും. ഓക്കെ, അപ്പൊ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. ആ വര ഇട്ടിട്ട് ആ സൈഡിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. സോ ദാറ്റ് നമുക്ക് എന്താണ് ലെഫ്റ്റും റൈറ്റും കൺഫ്യൂഷൻ വരില്ല. ഒരിക്കലും ലെഫ്റ്റും റൈറ്റും ബൈ ഹാർട്ട് പഠിക്കരുത്, തെറ്റും. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കരുത്, തെറ്റും. ബിക്കോസ് ഈ ലെഫ്റ്റിന്റെയും റൈറ്റിന്റെയും കാര്യം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യണമെങ്കിലോ, ഈസ്റ്റിലേക്ക് നിങ്ങൾ നോക്കുക. വര ബുക്കിൽ ഈസ്റ്റിലേക്ക് വര ഇട്ടിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് കൈ വെച്ച് നോക്കുക. സോ എന്ത് വരും, മുകളിലാണ് ലെഫ്റ്റ് വരുന്നത്. ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ മുകളിലാണ് എന്ത് വരുന്നത്, ലെഫ്റ്റ് വരുന്നത്. താഴെയാണ് എന്ത് വരുന്നത്, റൈറ്റ് വരുന്നത്. മുകളിലാണ് ലെഫ്റ്റ് വരുന്നത്, താഴെയാണ് റൈറ്റ് വരുന്നത്.
അപ്പൊ നമുക്ക് എന്താണ് ലെഫ്റ്റും റൈറ്റും ഇപ്പൊ ഏത് ഡയറക്ഷനിൽ ചോദിച്ചാലും എഴുതാൻ അറിയാം, ലെഫ്റ്റും റൈറ്റും അറിയാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു. ഇനി നെക്സ്റ്റ് തിങ് നമുക്ക് വേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ എങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരും അല്ലെ. നമ്മള് ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിന് എന്തൊക്കെ പ്രോബ്ലംസ് വരും എന്ന്. RRB NTPC എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയിൽ ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതുണ്ട്. അതിനായി ടെക് PSC RRB NTPC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് പീരിയോഡിക് ടെസ്റ്റ് ആൻഡ് സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫറായ വെറും 999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പഠിക്കണം. അപ്പം സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് ഏത് ടൈപ്പിലുള്ള പ്രോബ്ലംസ് വരും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ സീറ്റിംഗ് അറേഞ്ച്മെന്റിന് എപ്പോഴും 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ സീറ്റിംഗ് അറേഞ്ച്മെന്റിന് വരുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനില് അല്ലെങ്കിൽ ഒരു റോയിൽ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അതായത് ഒരു നിരയായിട്ട് നമ്മൾ എന്താണ് ആളുകളെ ഇങ്ങനെ നിരയായിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഒരു സർക്കിളിൽ അവരിരുത്തും. അതായത് ഒരു സർക്കുലർ ടേബിളിലോ അല്ലെങ്കിൽ നമ്മൾ ഈ വട്ടമേശയിലൊക്കെ ഇരിക്കില്ലേ, അതേപോലെ സർക്കുലർ ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പൊ മൂന്നാമത് എങ്ങനെ വരും? സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗുലർ ആയിട്ടിരിക്കാം അല്ലെ. സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ ടേബിളിൽ നമുക്ക് അവരെ ഇരുത്താം. സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ ടേബിളിൽ നമുക്ക് അവരെ ഇരുത്താം. മെയിൻലി നമ്മുടെ SSCക്കും RRBക്കും ഒക്കെ ഈ ലൈനും സർക്കിളിൽ നിന്നാണ് മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും വരിക കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെ ഇരുത്താം? പാരലൽ ലൈൻസ് ആയിട്ടിരിക്കാം. പാരലൽ ലൈൻസ് ആയിട്ട് ഇരുത്താൻ പറ്റും. പാരലൽ ലൈൻസ് അതായത് പാരലൽ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോറിൽ ഇരുത്താൻ പറ്റും. പാരലൽ ലൈൻസ് ആയിട്ട് എങ്ങനെ ഇരുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ പാരലൽ ലൈൻസ് ആയിട്ട് നമുക്ക് ഇരുത്താം. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോറുകളിൽ പല പല ഫ്ലോറിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരാൾ ഇരിക്കുന്നു, സെക്കൻഡ് ഫ്ലോറിൽ വേറൊരാൾ ഇരിക്കുന്നു, തേർഡ് ഫ്ലോറിൽ വേറൊരാൾ ഇരിക്കുന്നു, ഗ്രൗണ്ട് ഫ്ലോറിൽ വേറൊരാൾ ഇരിക്കുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മോസ്റ്റ്ലി ഒരു 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നാണ് വരിക. ബാക്കി ഒരു 20% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് ചോദിക്കാറ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് അല്ലേ. നമ്മൾ എപ്പോഴും എന്ത് കാര്യം പഠിക്കുമ്പോഴും മുഴുവനായിട്ട് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ കവർ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് അല്ലെ. അപ്പൊ സ്മാർട്ടായിട്ട് പഠിക്കാനാണ് നമുക്ക് പറ്റുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഏരിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസിന് ഡീൽ ചെയ്യേണ്ടത്, സ്റ്റെപ്സ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റഫ് ഡയഗ്രാം വരയ്ക്കണം. ഒരു റഫ് സ്കെച്ച് നമ്മൾ എന്ത് ചെയ്യാം? റഫ് ഡയഗ്രാം വരയ്ക്കാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? ഒരു റഫ് ഡയഗ്രാം വരയ്ക്കാം. ഇനി ഈ റഫ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ് A and B are sitting together എന്ന് പറയാണ്. A and B are sitting together. A and B are sitting together എന്നാണ് വിചാരിക്കുക. എയും ബിയും ഒന്നിച്ചിരിക്കുന്നു. അപ്പൊ മോസ്റ്റ്ലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എങ്ങനെയാണ്? എയും ബിയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, AB എന്ന് എഴുതാം. അല്ലെങ്കിൽ AB എന്നാണ് നമ്മൾ മോസ്റ്റ്ലി എഴുതാം. പക്ഷെ വേറെ രീതിയിൽ എഴുതി കൂടെ? BA. അതായത് എയുടെ റൈറ്റ് സൈഡിൽ എനിക്ക് ബിനെ ഇരുത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എയുടെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ബിനെ ഇരുത്താം. കണ്ടോ? AB എന്ന് പറഞ്ഞ് ഞാൻ എഴുതുമ്പം ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് ഇത് ബി ആണ്. ബിയുടെ ലെഫ്റ്റ് സൈഡില് ഞാൻ എനെ ഇരുത്തി. ഇവിടെ എന്ത് സംഭവിച്ചു? ബിയുടെ റൈറ്റ് സൈഡില് ഞാൻ എനെ ഇരുത്തി അല്ലെ. ഇവിടെ എനിക്ക് ഇങ്ങനെ പറയാം, A is on the
ലെഫ്റ്റ് സൈഡ് അല്ലെ, എ ഇസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ബി, ബിയുടെ ലെഫ്റ്റിലാണ് എ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് എങ്ങനെ പറയാം, ബി ഇസ് ഓൺ ദ, എ ഇസ് ഓൺ ദ റൈറ്റ് ഓഫ് ബി എന്ന് പറയാം അല്ലെ, ബിയുടെ റൈറ്റിലാണ് എ എന്ന് പറയാം. അപ്പൊ എ ഇസ് ഓൺ ദ റൈറ്റ് ഓഫ് ബി, ബിയുടെ റൈറ്റിലാണ് എ, റൈറ്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് എ ആൻഡ് ബി ആർ സിറ്റിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട രണ്ട് തോട്ട്സ് ആണ്. അതായത് ഒന്നില്ലെങ്കിൽ എങ്ങനെയാണ് എ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി എ എന്ന് എഴുതാം. ഒരിക്കലും ഒരു രീതിയിൽ ഉള്ള രീതിയിൽ ചിന്തിക്കുന്നത് എയും ബിയും അടുത്തിരിക്കണോ എന്ന് പറയുമ്പോൾ ബിയുടെ ലെഫ്റ്റ് ലൈൻ എഴുതാം, അല്ലെങ്കിൽ എന്താണ് ബിയുടെ റൈറ്റ് ലൈൻ എഴുതാം. ഇനി ഇവര് ഓൺ എ സർക്കിൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഓൺ എ സർക്കിൾ, എക്സാമ്പിൾ ഓൺ എ സർക്കിൾ, ഒരു സർക്കിളില് ഓൺ എ സർക്കിൾ Q is between P and R. പിന്റെയും ആറിന്റെയും ഇടയിലാണ് Q എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയൊക്കെ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? ഒരു സർക്കിളിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരയ്ക്കുന്ന സർക്കിളിന്റെ ഭംഗി നിങ്ങൾ നോക്കണ്ട, പക്ഷെ സർക്കിൾ ആക്ച്വലി ഈ ഒരു പെൻ വെച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് അത്രയും നല്ല സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിളില് പിയുടെയും ആറിന്റെയും ഇടയിലാണ് Q എന്ന് പറയുന്നത് അല്ലെ, പിന്റെയും ആറിന്റെയും ഇടയിലാണ് Q. അപ്പൊ അതുപോലെ തന്നെ ഈ സർക്കിൾ കംപ്ലീറ്റ് വരച്ചില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ പകുതി സർക്കിൾ ആയിട്ട് വരച്ചാൽ മതി. ആദ്യം എഴുതിയ പീനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ പി എഴുതാം, ഇവിടെ ആർ എഴുതാം, ഇവിടെ Q എഴുതാം അല്ലെ, ഓർഡർ മാറ്റി മാറ്റി എഴുതാം. അപ്പൊ ഇതിനെ ഇങ്ങനെ സർക്കിൾ വരയ്ക്കാതെയും എനിക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ? പി ക്യു ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ഉള്ളിൽ ആലോചിച്ചാൽ മതി, ഓക്കെ ഇതൊരു സർക്കിൾ ആണ്, ഇങ്ങനെ എഴുതാം. ആർ ക്യു പി എന്ന് ആലോചിക്കാം. എന്താണ്? ഇതൊരു സർക്കിൾ ആണെന്ന് എന്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഞാൻ ഒരു നൂലെടുത്തു, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നൂലെടുത്തു. ആ നൂല് നേരെ വെച്ചാൽ അതൊരു റോ ആണ്. ആ നൂലിനെ ഞാൻ ഇങ്ങനെ വട്ടമാക്കിയാൽ അതൊരു സർക്കിൾ ആണ്. അപ്പൊ ഇറ്റ്സ് ഓൾ ഇൻ മൈ മൈൻഡ് അല്ലേ. എനിക്കിപ്പോ സർക്കിൾ വരയ്ക്കണം എന്നൊന്നുമില്ല. എന്റെ മനസ്സിൽ ഞാൻ ഇവരെ നേരെ നേരെ എഴുതിയിട്ട് ഓക്കെ ഇതൊരു സർക്കിൾ ആണെന്ന് അസ്യൂം ചെയ്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ഡയഗ്രാം വരയ്ക്കണം എന്ന്. ഞാൻ മോസ്റ്റ്ലി സർക്കിൾ വരച്ചിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാറ്. സോ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. സർക്കിൾ വരയ്ക്കാതെ കാണിച്ചു തരുന്ന രീതിയിൽ പ്രോബ്ലംസ് ഞാൻ ചെയ്യാം. ഇനി അപ്പൊ സർക്കിൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇനി ലൈൻ ആവുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് റോ ആണ് വരുന്നത്, അതായത് ഒരു ലൈൻ ആണ്. ഓക്കെ, ഒരു ലൈൻ ആണെന്ന് വിചാരിക്കുക. ലൈനില് ആണ് ഇവരിയ്ക്കുന്നത്. അതായത് ഇങ്ങനെ നേരെ 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 ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവര് നേരെ ഇരിക്കുകയാണെങ്കിൽ ഇഫ് ദേ ആർ ഫേസിങ് നോർത്ത്, ക്വസ്റ്റ്യനിൽ പറയും അവര് നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയും. ഇനി ലൈൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ക്വസ്റ്റ്യനിൽ പറയും എന്ത്? ദേ ആർ ഫേസിങ് ദ സൗത്ത്, എല്ലാവരും സൗത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റിനും റൈറ്റിനും മാറ്റം സംഭവിക്കും. അപ്പൊ ഇഫ് ദേ ആർ ഫേസിങ് നോർത്ത് ആവുമ്പോഴത്തേക്കും എങ്ങനെയാണ്? നമ്മുടെ ലെഫ്റ്റും റൈറ്റും പോലെ തന്നെ, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്, ലെഫ്റ്റും റൈറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഡിഫോൾട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സൗത്ത് ആവുമ്പോൾ നേരെ തിരിയും, ഇപ്പുറത്ത് റൈറ്റ് വരും, നമ്മുടെ ഓപ്പോസിറ്റ് വരും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞിട്ടല്ലേ. അപ്പൊ നമ്മൾ നോർത്തിനെയാണ് ഫേസ് ചെയ്യുന്നത്, നമ്മൾ നോർത്ത് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളുടെ ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണ്? നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ അങ്ങനെയാ വരിക. സൗത്തിലേക്ക് നിൽക്കുന്ന ആൾ നമ്മുടെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. അപ്പൊ അയാളുടെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞു വരും. അങ്ങനെ ആലോചിച്ചാൽ മതി. മോസ്റ്റ്ലി ഇപ്പം ലെഫ്റ്റും റൈറ്റും ആണ് എല്ലാവർക്കും എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ വരിക, ഏതാ ലെഫ്റ്റ് ഏതാ റൈറ്റ്. അതാണ് ഈ ക്വസ്റ്റ്യൻസിലാണെങ്കിൽ മോസ്റ്റ്ലി ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത് റൈറ്റിൽ നിന്ന് മൂന്നാമത് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുകയും ചെയ്യാം. ഇനിയിപ്പോ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് തരും, ലെഫ്റ്റ് അല്ലെങ്കിൽ ഫേസിങ് നോർത്ത് അല്ലെങ്കിൽ ഫേസിങ് സൗത്ത് എന്ന് പറഞ്ഞ് തരും. വാട്ട് ഇഫ് ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല, ഇവരെ നേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു നോട്ട് എഴുതുക. ഇഫ് നത്തിങ് ഇസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, അതായത് ഇഫ് നത്തിങ് ഇസ് മെൻഷൻ, ക്വസ്റ്റ്യനിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് നത്തിങ് ഇസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യനിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് നത്തിങ് ഇസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ അബൌട്ട് നോർത്ത് ഓർ സൗത്ത്, അതായത് അബൌട്ട് ഫേസിങ് നോർത്ത് ഓർ സൗത്ത്, അതായത് നോർത്തിലേക്കാണോ സൗത്തിലേക്കാണോ, ഫേസിങ് നോർത്ത് ഓർ സൗത്ത് ഫേസ് ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓൾവേസ് ടേക്ക് ഫേസിങ് നോർത്ത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാനിപ്പോ സ്റ്റേറ്റ് ചെയ്തത്. ക്വസ്റ്റ്യനിൽ ഒന്നും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. ഇഫ് നത്തിങ് ഇസ് മെൻഷൻഡ്,
ക്വസ്റ്റനിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, റോ ആയിട്ട് അറേഞ്ച് ചെയ്തു മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓൾവേസ് ടേക്ക് ഫേസിങ് നോർത്ത്, നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ഇനി നമ്മൾ സർക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്യാണ്. അപ്പൊ സർക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മോസ്റ്റ്ലി എക്സാമിന് ചോദിക്കുക സർക്കിളിനും റോ എന്നുള്ള ക്വസ്റ്റൻ ആണ്, അത് ലൈൻ അല്ലെങ്കിൽ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ സർക്കിൾ ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കും. സർക്കുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. സർക്കിൾ എന്നേതാ? സർക്കിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പം എങ്ങനെയാ? സർക്കിൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളിന് ഞാൻ വരച്ചു, വേറൊരു സർക്കിളിന് ഞാൻ ഇങ്ങനെ വരച്ചു. അപ്പം സർക്കിളിന് സെന്റർ ഉണ്ട്. രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ. ഒന്ന്, എനിക്ക് എങ്ങനെ ചെയ്യാം? ഫേസിങ്, എല്ലാവരും സെന്ററിലേക്ക് ഫേസ് ചെയ്യുന്നു. ഫേസിങ് ഇൻസൈഡ് ദ സെന്റർ, ഫേസിങ് ഇൻസൈഡ് ദ സെന്റർ, സെന്ററിലേക്ക് നോക്കിയാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നുള്ള പോലത്തെ ഒരു കണ്ടീഷൻ എനിക്ക് എടുക്കാം. അതായത് എല്ലാവരും എന്താണ്? സെന്ററിലേക്ക് നോക്കിയിരിക്കുന്നു എന്നുള്ള കണ്ടീഷൻ എടുക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയാണ് ഞാൻ എടുക്കുക? എല്ലാവരും ഫേസിങ് ഔട്ട്സൈഡ് ദ സെന്റർ, സെന്ററിൽ നിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ ഫേസിങ് എവേ ഫ്രം ദ സെന്റർ, ഫേസിങ് ഔട്ട്സൈഡ് ദ സെന്റർ, അതായത് സെന്ററിന് പുറത്തേക്കാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതായത് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവേ ഫ്രം ദ സെന്റർ, ഇറ്റ് ഇസ് ഫേസിങ് എവേ ഫ്രം ദ സെന്റർ. അപ്പൊ ഫേസിങ് ഇൻസൈഡ് ദ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിങ് ടുവേർഡ്സ് ദ സെന്റർ എന്നുള്ള രീതിയിലും ഇതാക്കാം കേട്ടോ. ഫേസിങ് ഇൻസൈഡ് അല്ലെങ്കിൽ ടുവേർഡ്സ്, സെന്ററിലേക്ക് നോക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ആളുകൾ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സെന്ററിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സെന്ററിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. സി, ഒരു റൗണ്ട് ടേബിളിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഇരിക്കുക, പുറത്തേക്ക് നോക്കി നമ്മൾ ഇരിക്കാറില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കുന്ന പ്രോബ്ലംസ് വരും. പക്ഷെ നമ്മൾ എപ്പോഴും മോസ്റ്റ്ലി ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുക. നമുക്ക് ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കാം, ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കാം. ഇനി ഇവിടെ എങ്ങനെ പുറത്തേക്കാണ് നോക്കിയിരിക്കുന്നത്, അതായത് പുറത്തേക്കാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് നോക്കിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഓക്കെ, എവ്രിബഡി ഈസ് ഫേസിങ് ഔട്ട്സൈഡ്. അപ്പൊ ഇവിടുത്തെ ഡിഫോൾട്ട് കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ എങ്ങോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഇഫ് നത്തിങ് ഇസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ about facing inside or facing outside, ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാം. If nothing is mentioned in the question, നമ്മൾ എന്തെടുക്കണം? Always take if nothing is mentioned. If nothing is mentioned, if nothing is mentioned in the question, if nothing is mentioned in the question about facing inside or outside, facing inside or outside, എന്ത് ചെയ്യണം? Always take facing inside the center, facing inside the center. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചാൽ മതി, നോർമലി എല്ലാവരും ഉള്ളിലേക്ക് നോക്കിയാണ് ഇരിക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ എന്താ ഫേസിങ് ഇൻസൈഡ് ദ സെന്റർ എടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് നോട്ടും എന്ത് ചെയ്യുക? ഓർക്കുക. മോസ്റ്റ്ലി ചില ക്വസ്റ്റ്യൻസിലൊന്നും അവര് എന്ത് ചെയ്യില്ല, സ്പെസിഫൈ ചെയ്ത് പറയത്തില്ല. ദേ ആർ ഫേസിങ് ഇൻസൈഡ് എന്നൊന്നും പറയത്തില്ല. അവ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഫേസിങ് ഇൻസൈഡ് ആണ്. ഫേസിങ് ഔട്ട്സൈഡ് ആണെങ്കിൽ അവർ എടുത്തു പറയും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എങ്ങനത്തെയാണ്, അല്ലെ? ഇൻഫർമേഷൻ given in the question. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. സി, നമ്മൾ എല്ലാ ക്ലാസ്സും തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 സ്ലൈഡ്സ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതും, അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന ഈ പോയിന്റ്സിലാണ്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈപ്പ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും. ഉള്ളത് പോലെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഡെഫിനറ്റ് ഇൻഫോ ആയിരിക്കും. ഡെഫിനറ്റ് ഇൻഫോയ്ക്ക് എക്സാമ്പിൾ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, 8 persons are sitting around a circular table, are sitting
ആർ സിറ്റിംഗ് അറൌണ്ട് എ സർക്കുലർ ടേബിൾ. ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, 8 ആളുകൾ ഒരു സർക്കുലർ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് വരയ്ക്കാം, ഒരു സർക്കുലർ ടേബിൾ വരയ്ക്കാം, 8 ആളുകളെ നോക്കാം. ഒരു സർക്കുലർ ടേബിള് ഞാൻ വരച്ചു. ആൻഡ് ഇവിടെ എന്തുണ്ട്, 8 ആൾക്കാരും ഉണ്ട്. അപ്പൊ 1, 2 വേറെ കളർ വെച്ച് വരയ്ക്കാം, സോ കുറച്ചുകൂടി ബെറ്റർ. There is 1, 2, 3. See, this is circle. എനിക്കിത് ചെയ്യാൻ പറ്റില്ല, സർക്കിൾ. This is like 8 പേര് ഉണ്ട്. ഇവരൊരു സർക്കുലർ ടേബിളിന്റെ ഇടയിൽ സർക്കുലർ ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോ ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആണ് തന്നിരിക്കണമെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. P is second left of Q. Qന്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് P. അപ്പൊ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയാണ് ഇവിടെയാണ് P എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് താഴെ P നെ കൊണ്ടെഴുതാം. ഇവിടെയാണ് P എന്ന് വിചാരിക്കുക, ഇവിടെയാണ് P. Pയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് Q. സി, ഇവരെല്ലാവരും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും ദേ ആർ ഫേസിങ് ഇൻസൈഡ്. അപ്പൊ എല്ലാവരും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, Pയുടെ സെക്കൻഡ് ലെഫ്റ്റില് ആണ് Q. അതായത് എല്ലാവരും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ എന്ത് ചെയ്യണം, ഇതിൽ എഴുതണം. ലെഫ്റ്റും റൈറ്റും എവിടെയാണ് എന്ന് എനിക്ക് എഴുതണം. അപ്പൊ P എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സോ Pയുടെ ലെഫ്റ്റ് എവിടെയാ, ഇതാണ് Pയുടെ ലെഫ്റ്റ്, ഇതാണ് Pയുടെ റൈറ്റ്. അപ്പൊ Pയുടെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇതാണ് Pയുടെ ഫസ്റ്റ് ലെഫ്റ്റ്, ഇതാണ് Pയുടെ സെക്കൻഡ് ലെഫ്റ്റ്. ഈ സെക്കൻഡ് ലെഫ്റ്റിലാണ് ആരിയ്ക്കുന്നത്, Q ഇരിക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Pയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ Q ഇരിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമുക്ക് ഒരു ഗസ്സിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് Pന്റെയും Qന്റെയും പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം പഠിച്ച എന്ത്, ഡെഫിനറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ എന്താണ് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് നെഗറ്റീവ് ഇൻഫർമേഷൻ ആണ്. എന്താണ് നെഗറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ഇൻഫർമേഷൻ. അപ്പൊ നെഗറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് Pയുടെ അടുത്ത് Q ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ Pയുടെ നെയ്ബർ ആയിട്ട് Q വരാൻ പാടില്ല. അങ്ങനെയുള്ള അരുത് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് എന്ത്, നെഗറ്റീവ് ഇൻഫർമേഷൻ. ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്താണ്, R is not beside P. R is not beside P. നോട്ട് ബിസൈഡ്, അതായത് അടുത്തിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇസ് നോട്ട് ദ നെയ്ബർ ഓഫ്. നെയ്ബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയൽക്കാരൻ, അപ്പൊ നെയ്ബർ ആവാൻ പാടില്ല. അങ്ങനത്തെ നോട്ട് എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ നമുക്ക് മനസ്സിലായി, Pയുടെ അടുത്ത് 6 വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയും 6 വരില്ല, ഇവിടെയും 6 വരില്ല, അല്ലെ? Pയുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ Pയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെയും 6 വരരുത് എന്നുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയത്, അല്ലെ? അതായത് ഞാൻ എഴുതുവാണെങ്കിൽ ഇവിടെ 6 വരാൻ പാടില്ല, അതുപോലെ ഇവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, 6 വരാൻ പാടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അതാണ് നെഗറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തതാണ് കമ്പാരറ്റീവ്. കമ്പാരറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കമ്പാരറ്റീവ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ പോലെ തന്നെയാണ്. അതായത് കുറച്ച് ഫ്രേസസ് ഇവർ യൂസ് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും കൊണ്ടിട്ട് തെറ്റിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ യൂസ് ചെയ്യുന്ന ഫ്രേസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ്, ബട്ട്, ദാറ്റ്, ഈ 3 ആൾക്കാരെ ഉപയോഗിക്കും. ആൻഡ്, ബട്ട്, ദാറ്റ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ആദ്യത്തെ ആളെയാണ്. ഇത് എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പറഞ്ഞ ആളെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ഇത് എങ്ങനെ ഫസ്റ്റ് പേഴ്സണിനെ മീൻ ചെയ്യണമെന്ന് ഞാൻ പറയാം. ആൻഡ്, ബട്ട്, ദാറ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. He is second left of Q. നമ്മൾ പറഞ്ഞു Qന്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ്. ആൻഡ് ഞാൻ ഇവിടെ ഒരു ആൻഡ് ഇട്ടു. ആൻഡ് തേർഡ് റൈറ്റ് ഓഫ് S. സി, ഇവിടെ ഒരു ആൻഡ് വെക്കുമ്പോ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഈ ആൻഡ് ക്യൂവിനെ കുറിച്ചാണോ Pനെ കുറിച്ചാണോ പറയുന്നത്? ഈ ആൻഡ് നമ്മൾ പറയുന്നത് Pനെ കുറിച്ചാണ്.
ആൻഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പീനെ കുറിച്ചാണ്. അതായത് ആൻഡ് ആയിക്കോട്ടെ, ബട്ട് ആയിക്കോട്ടെ, ദാറ്റ് ആയിക്കോട്ടെ, അതൊക്കെ എപ്പോഴും എങ്ങനെയാണ്, ഫസ്റ്റ് പേഴ്സണിനെ ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പേഴ്സണിനെ ആണ് മീൻ ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. ഫസ്റ്റ് പേഴ്സണിനെ ആണ് മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് പേഴ്സണിനെ മീൻ ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ്. അതുപോലെ തന്നെ എന്താണ്, എസിന്റെ തേർഡ് റൈറ്റിലാണ്. അപ്പൊ നമുക്ക് ഫിഗറിൽ പോയിട്ട് മാർക്ക് ചെയ്യാം. എസിന്റെ തേർഡ് റൈറ്റിലാണ് എന്ത്, പി എന്ന് പറഞ്ഞ ആളിരിക്കുന്നത്. എസിന്റെ തേർഡ് റൈറ്റില്. അപ്പൊ എസിന്റെ റൈറ്റിലേക്കാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, പീനെ വരയ്ക്കേണ്ടത്. സി, അപ്പൊ ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നേരെ തിരിച്ചു വരും. ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്. അല്ലെ, ഇവിടെ സൗത്തിലേക്കല്ലേ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്. ഇങ്ങോട്ടേക്ക് അല്ലെ, അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ വെസ്റ്റിലേക്കാണ്. വെസ്റ്റിലേക്ക് ആവുമ്പോൾ എന്ത് വരും, ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ് വരും. അപ്പൊ ഞാൻ എസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എസ് ഇസ് തേർഡ് റൈറ്റ് ഓഫ് എസ്. എസിന്റെ തേർഡ് റൈറ്റിലാണ് എന്ത് വരുന്നത്, പി വരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. എസിന്റെ തേർഡ് റൈറ്റിലാണ് അല്ലെ. അപ്പൊ ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ് വരും. അപ്പൊ ഇവിടെ ഞാൻ എസ് എഴുതി കഴിഞ്ഞാൽ എസിന്റെ തേർഡ് റൈറ്റിൽ അല്ലെ. അപ്പൊ എവിടെ എസിന്റെ പൊസിഷൻ വരിക, ഇവിടെയാണ് എസിന്റെ പൊസിഷൻ വരേണ്ടത്. എസിന് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യണം. എസിന് ഇവിടെ പ്ലേസ് ചെയ്താലാണ് എസിന്റെ റൈറ്റ് സൈഡ് ഇവിടെയാണ്. അപ്പൊ ഒന്നാമത്തെ റൈറ്റ്, രണ്ടാമത്തെ റൈറ്റ്, മൂന്നാമത്തെ റൈറ്റ്. എസിന്റെ തേർഡ് റൈറ്റിൽ എന്ത് വന്നു, പി വന്നു. ഗ്രീൻ വെച്ച് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല അല്ലെ. എസിന്റെ തേർഡ് റൈറ്റിലേക്ക് എന്ത് വന്നു, പി വന്നു. മനസ്സിലായോ? ഇതാണ് എസ്. എസിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ എസിന്റെ തേർഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് എസിന്റെ ഫസ്റ്റ് റൈറ്റിലുള്ള എലമെന്റ്. സെക്കൻഡ് റൈറ്റിലുള്ള എലമെന്റ് ഇതാണ്. തേർഡ് റൈറ്റിൽ ആര് വന്നു, പി വന്നു. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എഴുതി. എസിന്റെ തേർഡ് റൈറ്റിലാണ് പി എന്ന് പറഞ്ഞത്. അപ്പൊ ആൻഡ്, ബട്ട്, ദാറ്റ് ഇതൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ആൻഡിന് പകരം എന്ത് ചെയ്യാം, ബട്ട് എന്നും യൂസ് ചെയ്യാം. ആൻഡിന് പകരം ഇവർക്ക് എന്തും യൂസ് ചെയ്യാം, ആൻഡ് അല്ലെങ്കിൽ ബട്ട് എന്നും യൂസ് ചെയ്യാം. അതായത് പി സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ ബട്ട് തേർഡ് റൈറ്റ് ഓഫ് എസ്. ബട്ടിന് യൂസ് ചെയ്താലും എന്താണ്, സെയിം പീനെയാണ് മീൻ ചെയ്യുന്നത്. ദാറ്റിന് യൂസ് ചെയ്താലും എന്താണ്, സെയിം പീനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ആൻഡ്, ബട്ട്, ദാറ്റ് അത് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡും ബട്ടും ദാറ്റും എങ്ങനെയാണ്, എപ്പോഴും ആദ്യം പറഞ്ഞ ആളെയാണ് മീൻ ചെയ്യുന്നത്. ഇനി വേറെ ഒരു ഫ്രേസ് ഉണ്ട്, രണ്ടാമത് പറഞ്ഞ ആളെ മീൻ ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട്. അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഹൂ അല്ലെങ്കിൽ വിച്ച്. ഹൂ അല്ലെങ്കിൽ വിച്ച് എന്ന് പറഞ്ഞൊരു ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൂ ഓർ വിച്ച്. ഹൂ അല്ലെങ്കിൽ വിച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാ, സെക്കൻഡ് പേഴ്സണിനെയാണ് മീൻ ചെയ്യുക. രണ്ടാമത് പറഞ്ഞ ആളെയാണ് മീൻ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. അതായത് നമ്മുടെ സെയിം എക്സാമ്പിൾ തന്നെ ഇവിടെ പി ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് പി എന്ന് പറയുന്നത്. പി ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ഹൂ ഇസ് തേർഡ് റൈറ്റ് ഓഫ് എസ്. എസിന്റെ തേർഡ് റൈറ്റിലാണ്. അപ്പൊ ഇവിടെ ഈ ഹൂ എന്ന് പറയുമ്പോ നമ്മൾ മീൻ ചെയ്യുന്ന ആരെയാണ്, തൊട്ടു മുമ്പ് പറഞ്ഞ ആള് ക്യൂവിനെയാണ്. മനസ്സിലായോ? ഹൂ അല്ലെങ്കിൽ വിച്ച് വന്നാൽ എപ്പോഴും തൊട്ട് മുമ്പ്, ഹൂവിന്റെ മുമ്പ് പറഞ്ഞിരിക്കുന്ന ആരാണോ അയാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ക്യൂ ആണ് ഇപ്പൊ തേർഡ് റൈറ്റ് ഓഫ് എസിൽ വന്നിരിക്കുന്നത്. ക്യൂ തേർഡ് റൈറ്റ് ഓഫ് എസിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും, ക്യൂ ആണ് തേർഡ് റൈറ്റ് ഓഫ് എസിൽ വന്നിരിക്കുന്നത്. അപ്പൊ എസിന്റെ പൊസിഷൻ മാറണം അല്ലെ. എസിന്റെ പൊസിഷൻ എങ്ങനെ വരണം, ഈ എസ് നമ്മൾ എഴുതിയത് ഏത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്, നമുക്ക് നമ്പർ ചെയ്യാം. ഈ എസ് ഞാൻ എഴുതിയത് ഇപ്പം ഇതിന് ഞാൻ ഞാൻ 4 നമ്പർ ഇടുവാണെങ്കിൽ, ഈ എക്സാമ്പിളിൽ ഞാൻ 4 നമ്പർ ഇടുവാണെങ്കിൽ 4ന്റെ എസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. 4ന്റെ കണ്ടീഷൻ അനുസരിച്ച് എസ് ഇവിടെയാണ് വരുന്നത്. ഇനി നമ്മൾ എഴുതിയ 5th എക്സാമ്പിളിന്റെ കണ്ടീഷൻ അനുസരിച്ച് എസ് എവിടെയാ വരേണ്ടത്, ക്യൂവിന്റെ തേർഡ് റൈറ്റ് അല്ലെ. ക്യൂ ഇസ് തേർഡ് റൈറ്റ് ഓഫ് എസ്. ക്യൂവിന്റെ തേർഡ് റൈറ്റിൽ വരണം. അപ്പം 1, 2, 3 അല്ലെ, ഇവിടെ എസ് വരണം. ഇവിടെ എസ് വരുമ്പോ എസിന്റെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റിൽ ക്യൂ. അപ്പൊ ഇവിടെയാണ് എസ് വരേണ്ടത്. ഏത് കണ്ടീഷൻ അനുസരിച്ച്, നമ്മൾ 5ാമത് എഴുതിയ കണ്ടീഷൻ അനുസരിച്ച്. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ബിക്കോസ് ഇങ്ങനത്തെ ടോപ്പിക്സ് ഈവൻ ഐ ഡോണ്ട് നോ ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത് എന്ന്. ഹലോ, പറയൂ. ആൻമീൻ പറയൂ. പിയുടെ രണ്ടാമത്തെ റൈറ്റിലുള്ള ലെഫ്റ്റും റൈറ്റും ശരിയാണോ മാഡം? രണ്ടാമത്തെ
ഏതാണ് പിയുടെ രണ്ടാമത്തെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ലെഫ്റ്റും റൈറ്റും എഴുതിയിട്ടല്ലേ. ഇവിടെ ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. അടുത്തത് വരുമ്പോഴത്തേക്കും വെസ്റ്റിലേക്കല്ലേ. വെസ്റ്റിലേക്ക് വരുമ്പോ എങ്ങനെയാ വരുന്നത്? ലെഫ്റ്റ് ഇവിടെ അല്ലേ? ഓ ഇല്ല, ലെഫ്റ്റ് ഇവിടെ വരുന്ന, ഇവിടെ റൈറ്റ്. വെസ്റ്റിലേക്ക് വരുമ്പോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ തിരിച്ചു. ഓക്കെ, ദിസ് ഇസ് ലെഫ്റ്റ്, ദിസ് ഇസ് റൈറ്റ്. ഇവിടെ നേരെ തിരിച്ചു വരും. ഈസ്റ്റിലേക്ക് വരുമ്പോ നേരെ തിരിച്ച് ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്. ഞാൻ എഴുതിയിട്ട് തെറ്റുവാ. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി വരും. ദിസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോളൂ. RSTU. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരില്ല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. RSTUV ആൻഡ് W അവരെങ്ങനെയാണ്? ഒരു റോയിൽ ഇരിക്കുകയാണ്. ദേ ആർ സിറ്റിംഗ് ഇൻ എ റോ ഓഫ് ദ ക്ലാസ് ഫേസിംഗ് നോർത്ത്, ഫേസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. S sits fourth to the left of U, who is at one of the ends. R is the immediate neighbor of U. അങ്ങനെയാണെങ്കിൽ B sits immediately to the left of S. അങ്ങനെയാണെങ്കിൽ who sits immediately left of R? ആറിന്റെ ലെഫ്റ്റിൽ ആരാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം എത്ര പേരുണ്ട്. 2, 4, 6 പേരുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇവര് റോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ 1, 2, 3, 4, 5, 6. 6 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫേസിംഗ് നോർത്ത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദേ ആർ ഫേസിംഗ് നോർത്ത്. അപ്പൊ നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം ഇവിടെയാണ് ലെഫ്റ്റ്, ഇവിടെയാണ് റൈറ്റ്. നമ്മുടെ പോലെ തന്നെയാണ് വരുന്നത്. ഇനി നോക്കാം. S sits fourth to the left of U. നോക്കാം. U, who. അപ്പൊ ഈ U, who എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിക്കുന്ന? യുവിനെ കുറിച്ചാണ്. U is at the one is at one of the ends. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതോ ഒരു അറ്റത്ത് U ഉണ്ട്. അപ്പൊ U ഒന്നില്ലെങ്കിൽ ഈ അറ്റത്താകാം, അല്ലെങ്കിൽ ഈ അറ്റത്താകാം, അല്ലെ? ഇനി R is the immediate neighbor of U. R ആണ് യുവിന്റെ immediate neighbor. V sits immediately left of S. W sits between T and S, who is immediately left of R. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുമ്പോ S എങ്ങനെയാണ്? യു ഒരു എൻഡിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യുവിനെ ഈ എൻഡിൽ ഞാൻ നിർത്തുകയാണ്. യു ഈ എൻഡിലാണെന്നുള്ള രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. യു ഈ എൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ എൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ഈ എൻഡിൽ നിന്ന് തുടങ്ങി. യു എന്താണ്? എൻഡിലാണ്. ആൻഡ് S sits fourth to the left of U. അപ്പൊ ഇപ്പോഴത്തെ എൻഡിൽ യുവിന് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. കാരണം യുവിന്റെ ലെഫ്റ്റിലാണ് ആരിയിരിക്കുന്നത്? S ഇരിക്കുന്നത്. യുവിന്റെ ലെഫ്റ്റിൽ നിന്ന് 4ാമതാണ് S ഇരിക്കുന്നത്. അപ്പൊ ഈ എൻഡിൽ യുവിനെ വെക്കുക എന്നുള്ളത് ഇസ് നോട്ട് പോസിബിൾ. ഈ എൻഡിലാണ് യു. അപ്പൊ യുവിന്റെ ലെഫ്റ്റിൽ നിന്ന് 4ാമത്, അല്ലെ? അപ്പൊ 1, 2, 3, 4. യുവിന്റെ ലെഫ്റ്റിൽ നിന്ന് 4ാമത് ആരിരുന്നു? S ഇരുന്നു. ഓക്കെ. S sits fourth to the left of U, who's at the ഒരു എൻഡിൽ. R is the immediate neighbor of U. അപ്പം യുവിന്റെ തൊട്ടടുത്തിരിക്കുന്ന നെയ്ബർ ആണ് R എന്ന് പറയുന്നത്. അതാണ് ഇമ്മീഡിയറ്റ് നെയ്ബർ, തൊട്ടടുത്തിരിക്കുന്ന ആൾ. V sits immediately left of S. എസിന്റെ ലെഫ്റ്റിലേക്ക് ആരിരുന്നു? V ഇരുന്നു, അല്ലെ? അപ്പൊ ഇനി ആരാണ്? നമ്മളുടെ അടുത്ത് പറഞ്ഞു W sits between T and S. ടിന്റെയും എസിന്റെയും ഇടയിൽ W ഉണ്ട്. അപ്പൊ ടീനെ ഇവിടെ വെച്ചാലാണ് ഇടയിൽ ആരെ നിർത്താൻ പറ്റുള്ളൂ? W നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹു സിറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് ആർ? ആറിന്റെ ലെഫ്റ്റിൽ ആരിയ്ക്കുന്നു? ആറിന്റെ ലെഫ്റ്റിൽ ആരായിരിക്കുന്നത്? ടി ആണ് ഇരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്തത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിക്കണം. ബിക്കോസ് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ക്യൂ അല്ലേ എസ് നോ? എന്താണ് സൗരവിന്റെ ഡൗട്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. എസ്. ഓക്കെ, നിങ്ങൾ ആൻസർ പറഞ്ഞായിരിക്കും അല്ലേ? ഇതിന്റെ സംഭവം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സൗരവോട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കൂ. നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു? എക്സ്പ്ലെയിൻ ചെയ്തു.
ഒരു സർക്കിൾ വരച്ചു, അതിനകത്ത് സംശയം. ഇതിനകത്തോ എന്താ പ്രശ്നം? അതില് പി സെക്കൻഡ് ലെഫ്റ്റ് ക്യൂ എന്നല്ലേ പറഞ്ഞു? പി സെക്കൻഡ് ലെഫ്റ്റ് അങ്ങനെയായിരുന്നോ? ഞാൻ തിരിച്ചാണോ എഴുതിയത്? തിരിച്ചായിരുന്നു എനിക്ക്, അതാ പറഞ്ഞു. ഓ, അപ്പൊ നമുക്ക് അതിനെ ക്യൂ എസ് എന്നുള്ള രീതിയിലാക്കാം. ഓക്കെ, അതൊക്കെ പറയട്ടെ. അല്ല, തിരിച്ചെഴുതിയാലും മതിയില്ലേ? ഓക്കെ, നമുക്ക് തിരിച്ചു വരയ്ക്കാം, അതാണ് നല്ലത്. പി ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ഞാൻ ക്യൂ ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് പി എന്നാണല്ലോ എഴുതിയത്. പി ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്നാണ്. ഓക്കെ, ഡയഗ്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇപ്പൊ ഞാനിവിടെ എവിടെ പി ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ, അതായത് ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് എന്തിരിക്കുന്നത്? പി എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ പീനെ വരച്ചു കഴിഞ്ഞാല് പി ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ ആണ് അല്ലെ. അപ്പൊ ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റ് എന്നാണ് എന്തിരിക്കുന്നത്? പി ഇരിക്കുന്നത്. അപ്പൊ ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സെക്കൻഡ് ലെഫ്റ്റ് അല്ലെ. ക്യൂവിന്റെ ഫസ്റ്റ് ലെഫ്റ്റ് സെക്കൻഡ് ലെഫ്റ്റിലാണ് പി ഇരിക്കുന്നത്. അപ്പൊ പി ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ. ഇനി ആൻഡ് തേർഡ് റൈറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് പി അല്ലെ. അപ്പൊ ആൻഡ് തേർഡ് റൈറ്റ് ഓഫ് എസ് എന്ന് പറയാൻ നേരത്ത് എന്ത് ചെയ്യാം? നമുക്ക് തേർഡ് റൈറ്റ് ഓഫ് എസിനെ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് റൈറ്റിലായിട്ട് വരയ്ക്കണം. എന്തിന്? പി എന്ന് പറയുന്നത് തേർഡ് റൈറ്റ് ഓഫ് എസ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണോ? ഇവിടെ ഞാൻ പി വരച്ചു എന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ ക്യൂ വരച്ചു. ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് പി ഇരിക്കുന്നത്. ആൻഡ് എന്താണ്? ക്യൂന്ന് തേർഡ് റൈറ്റിലാണ് എസ് ഇരിക്കുന്നത് അല്ലെ. അപ്പം എസ് ഇവിടെ വരും അല്ലെ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ഇത് എഴുതുമ്പോൾ നമ്മൾ ആരെ കുറിച്ച് സംസാരിക്കുന്നത്? പീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പി ഇസ് എന്താണ്? തേർഡ് റൈറ്റ് ഓഫ് എസിന്. എസിന്റെ തേർഡ് റൈറ്റിലാണ് പി ഇരിക്കുന്നത് അല്ലെ. അപ്പൊ എസിന്റെ തേർഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പി വന്നു. അപ്പൊ ഇത് ഏത് എക്സാമ്പിൾ ആണ്? എക്സാമ്പിൾ 4 അനുസരിച്ച് നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്തത് എന്താണ്? ബട്ട് വെക്കുന്ന ഹൂ വരുന്ന സമയത്ത് അല്ലെ. ഹൂ വരുന്ന സമയത്ത് എന്താണ്? ക്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ക്യൂ ഇസ് ദ തേർഡ് റൈറ്റ് ഓഫ് എസ്. ക്യൂ എന്ന് പറയുന്നത് തേർഡ് റൈറ്റ് ഓഫ് എസിലാണ് വരുന്നത്. അപ്പൊ എസ് എവിടെ വരും? തേർഡ് റൈറ്റ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ എസ് ഇവിടെ വരും. എസ് ഇവിടെ വന്നാലാണ് എസിന്റെ തേർഡ് റൈറ്റിൽ ആര് വരുന്നത്? ക്യൂ വരുന്നത് അല്ലെ. അപ്പം ഇതാണ് ഫിഫ്ത്ത് എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റ് ആയി. ഓക്കെ, വെരി ഗുഡ്. ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ പിയും ക്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ ആ എക്സാമ്പിൾ നിങ്ങളിപ്പം അതിനെ കുറിച്ച് വലിയ ഐ മീൻ ഇപ്പൊ അതിൽ എന്തെങ്കിലും ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണെങ്കിലും പേടിക്കേണ്ട. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും ക്ലിയർ ആവും. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 6 persons are sitting in a circle. A is facing B. B is to the immediate right of E and immediate left of C. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പില്ലേ? ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ആദ്യം നോക്കുക, സർക്കിളിലാണ് ഇരിക്കുന്നത്. ആൻഡ് എന്താണ്? ഒന്നും പറഞ്ഞിട്ടില്ല. സർക്കിളിൽ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കാം. ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കുക. ആൻഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് എടുക്കുക? ടുവേർഡ്സ് നോർത്ത് ആണ് ഫേസ് ചെയ്യുന്നത്. 6 പേഴ്സൺസ് ഉണ്ട് അല്ലെ. അപ്പൊ 6 പേഴ്സൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 6 എണ്ണമായിട്ട് ഇങ്ങനെ വരയ്ക്കാം. 1 2 3 4 5 6 ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ. ആൻഡ് എന്താണ്? അവരെ ഫേസിങ് ഇൻസൈഡ് ആണ്, ഉള്ളിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ എടുത്തു. എല്ലാവരും ഉള്ളിലേക്ക് നോക്കി ടുവേർഡ്സ് സെന്റർ നോക്കിയാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. എ ഇസ് ഫേസിംഗ് ബി. എയും ബിയും ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എനെ വരച്ചാൽ ഇവിടെയാണ് ബി. എയും ബിയും എങ്ങനെയാണ്? ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത എന്താ? എ ഇസ് ഫേസിംഗ് ബി. ബി ഇസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരിയിരിക്കുന്നത്? ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലെഫ്റ്റും റൈറ്റും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം. ഇവിടെയൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ലെഫ്റ്റും റൈറ്റും പോലെ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. ഇവിടെ നേരെ തിരിച്ചു വരും. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ വരും. മോസ്റ്റ്ലി സർക്കിളിന്റെ ക്വസ്റ്റ്യനിൽ ഒന്നില്ലെങ്കിൽ 6 പേഴ്സൺസ് അല്ലെങ്കിൽ 8 പേഴ്സൺസ് ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസാ വരാം. 6ഉം 8ഉം കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് എവിടെയാണ്? ഇയുടെ റൈറ്റ് സൈഡിലാണ് ബി ഇരിക്കുന്നത്. അപ്പൊ ഇ എവിടെ വരും? ഇ ഇവിടെ വരും.
ഇസ് ഇവിടെ വരും, ഇ ഇവിടെ വരുന്നത്, ഇയുടെ റൈറ്റ് സൈഡിലാണ് ബി ഇരിക്കുന്നത്. ഓക്കെ, ഇയുടെ റൈറ്റ് സൈഡിൽ ബി ഇരിക്കുന്നു. അപ്പൊ ഇവിടെ ബി ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇ ഇരിക്കുന്നുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ ആൻഡ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി. അപ്പൊ സി ഇവിടെയാ, സിയുടെ ലെഫ്റ്റിലേക്ക് ബി വന്നു. അപ്പൊ ബി എന്ന് പറയുന്നത് ഇയുടെയും സിയുടെയും ഇടയിലാണ്. സി ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. സി ഇരിക്കുന്നത് ഡിയുടെ ലെഫ്റ്റിലാണ്. അപ്പൊ മുകളിൽ എന്ത് വന്നു? ഡി വന്നു. ഡിയുടെ ലെഫ്റ്റിലാണ് സി ഇരിക്കുന്നത്. എഫ് ഇസ് ടു ദ റൈറ്റ് ഓഫ് എ. എയുടെ റൈറ്റ് സൈഡിലാണ് എഫ് ഇരിക്കുന്നത്. അപ്പം എ ആണ് ഇവിടെ, എയുടെ റൈറ്റ് സൈഡിലാണ് എന്തിരിക്കുന്നത്? എഫ് ഇരിക്കുന്നത്. ഓക്കെ, എയുടെ റൈറ്റ് സൈഡിലാണ് എഫ് ഇരിക്കുന്നത്. എയുടെ റൈറ്റ് സൈഡിലാണ് എഫ് ഇരിക്കുന്നത്. എഫ് അല്ലെ, എയുടെ റൈറ്റ് സൈഡിലാണ് എഫ്. ഇവിടെ ഇ അല്ല, ഇവിടെ എഫ് ഇരിക്കുന്നത് എയുടെ റൈറ്റ് സൈഡിലാണ്, ഇവിടെ എ ഇരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ സർക്കിൾ വച്ചു, ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹു വിൽ ബി സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി? ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ ആരാണ് ഇരിക്കുന്നത്? ആരാണ് ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്? സി ആണല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് ആട്ടോ. ഹു ഇസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി? ഡിയുടെ ലെഫ്റ്റിൽ ഇരിക്കുന്നത് സി ആണ്, പക്ഷെ ഓപ്ഷനിൽ ഇല്ലല്ലേ സി. നമ്മൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? സി ഇല്ലാത്ത ഓപ്ഷനിൽ എന്നാ സി ഇല്ലാത്തെന്ന് എനിക്ക് മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. എ ഇസ് ഫേസിംഗ് ബി. ബിനെ ഫേസ് ചെയ്താണ് എ ഇരിക്കുന്നത്. ആൻഡ് ബി ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ബി ഇരിക്കുന്നത് അല്ലെ, ഇയുടെ റൈറ്റിലാണ് ബി ഇരിക്കുന്നത്. ആൻഡ് സി ഇരിക്കുന്നത് ഇപ്പുറത്താണ്, സിയുടെ ലെഫ്റ്റ് സൈഡിലുമാണ് ബി ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷനിലെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓപ്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. സി ഹൂ ഇസ് ഫേസിംഗ് ഡിയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് സി തന്നെയാണ്. ഓപ്ഷൻ ഇതിനിപ്പം നമുക്ക് സി ആക്കാം. സി ഡിയുടെ റൈറ്റ് സൈഡിൽ എന്തായാലും ഡി ഇരിക്കത്തില്ലല്ലോ, ലെഫ്റ്റ് ഓഫ് ഡിയിൽ എന്തായാലും ഡി ഇരിക്കത്തില്ല. സി ഓപ്ഷൻ എ ആണ് അപ്പൊ ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. സി ആൻസർ ഇസ് സി ആണ്. ഓപ്ഷൻ ഡിയുടെ ഹു വിൽ ബി സിറ്റിംഗ് ലെഫ്റ്റ് ഓഫ് ഡി, ഡിയുടെ ലെഫ്റ്റിലേക്ക് ഇരിക്കുന്ന സി ആണ്. സോ സി ഇസ് എക്സ്ചേഞ്ച് ഉണ്ട് മാഡം. ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ടോ? ക്വസ്റ്റ്യൻ എ ബി സി എഫ് ഇ ബി ചേഞ്ച് വരുന്നുണ്ടോ? അങ്ങനെയല്ല, ഡി എക്സ്ചേഞ്ചസ് സീറ്റ് വിത്ത് അങ്ങനെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ 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 ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ശ്രദ്ധിച്ചില്ല. ക്വസ്റ്റ്യൻ അവിടെ തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. വെരി ഗുഡ്. അപ്പം എന്താണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചില്ല. എഫ് ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഓക്കെ, ലാസ്റ്റ് അതാണ് ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റത്തെ ഇത് പോയിട്ട് അത് ആൻസർ ചെയ്താണ്. ഭാഗ്യം സി ഇല്ലാതിരുന്നു. ഓപ്ഷനിൽ സി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ടിക്ക് ചെയ്യും. ബിക്കോസ് ഈ ഫുൾ പാസേജ് നമ്മൾ വായിച്ച സമയം കളയില്ലല്ലോ, അതുകൊണ്ടാണ്. നൗ ഡി എക്സ്ചേഞ്ചസ് സീറ്റ്സ് വിത്ത് എഫ്. ഓക്കെ, ദിസ് പാർട്ട് ഇസ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഐ മിസ്ഡ് ഇറ്റ്. ഡി എന്ന് പറയുന്നത് എന്ത് ചെയ്തു? എഫിന്റെ അടുത്ത് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. വിച്ച് മീൻസ് ഇപ്പൊ ഡിയുടെ പൊസിഷനിൽ ഇരിക്കുന്ന ആരാണ്? എഫ് ആണ്. ഡിയുടെ പൊസിഷനിൽ ഇരിക്കുന്നത് എഫ് ആണ്. ആൻഡ് എഫിന്റെ പൊസിഷനിൽ ആരിയ്ക്കുന്നുണ്ട്? ബി ഇരിക്കുന്നുണ്ട്. യെസ്. ആൻഡ് ഇയും ബിയും സീറ്റ് മാറി. ഇയും ബിയും സീറ്റ് മാറി. ഇപ്പൊ ഇവിടെ ബി ആണ് ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ ആരാണ് ഇരിക്കുന്നത്? ഇ ആണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആരാണ്? ഡിയുടെ ലെഫ്റ്റിൽ ഇരിക്കുന്ന എ ആണ്. സി ഡിയുടെ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആരാണ്? എ ആണ്. ഓക്കെ, ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഓപ്ഷൻ സി ഇസ് കറക്റ്റ്. ഓക്കെ, ഇനി ശരിയായില്ലേ? ഹു വിൽ ബി സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി? ഡിയുടെ ലെഫ്റ്റിൽ ഇരിക്കുന്നത് എ ആണ്. എ ഇസ് ദ കറക്റ്റ് ആൻസർ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? സീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. യെസ് യെസ് യെസ്. ഇത് ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. ഇതിനെ പറഞ്ഞ് ലൈക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈവൻ നമുക്കിപ്പോ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിപ്പിക്കാം. പക്ഷെ ഓൺലൈൻ ആകുമ്പോഴത്തേക്കും അതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. 6 friends are sitting in a circle. വീണ്ടും 6 പേര് ഒരു സർക്കിളിൽ ഇരിക്കുന്നുണ്ട്. 6 friends are sitting in a circle. അപ്പൊ ഒരു സർക്കിൾ വരച്ചു. 6 പേര് അതിൽ ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 പേര് ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ്?
ഫേസിങ് ദ സെന്റർ. എല്ലാവരും നടുവിലേക്ക് നോക്കി സെന്ററിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സെന്ററിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വലിയ പേരുകൾ ഇവർക്ക് കൊടുക്കും. അപ്പൊ ഈ പേരുകൾ കൊടുക്കുമ്പോൾ നോക്കുക, എല്ലാവരുടെയും പേര് ഒരേ ലെറ്റേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കൊടുത്താൽ മതി നമ്മൾ. ഇപ്പൊ പേര് നോക്കുമ്പോൾ സമീർ, കിരൺ, ഗംഗൻ, വ്യോം, സുമൻ, കിരൺ, പ്രാൺ എന്നൊക്കെയാണ്. അപ്പൊ ഈ സമീറിനും സുമനും മാത്രമാണ് എന്താണ് രണ്ട് ഡിഫറെന്റ് ലെറ്റേഴ്സ് ലൈക്ക് എസ് വരുന്നത്. അപ്പൊ ഒരാളെ എസ് എ എന്നും ഒരാളെ എസ് യു എന്നും ഒക്കെ വിളിച്ചാൽ മതി, ഫുൾ പേര് വിളിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റും റൈറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയണം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സമീർ ഇസ് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് കിരൺ. കിരണിന്റെ തൊട്ടടുത്താണ് ആര് വരുന്നത്? സമീർ വരുന്നത്. ഗംഗൻ ഇസ് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് പ്രാൺ ആൻഡ് വ്യൂ. അതായത് പ്രാണിന്റെയും വ്യൂവിന്റെയും ഇടയിലാണ് ആരിയ്ക്കുന്നത്? ഗംഗൻ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗംഗനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഗംഗനെ ഞാൻ ഇവിടെ വെച്ചു എന്ന് വിചാരിക്കും. ഗംഗൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഗംഗന് ഞാൻ ജി എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഗംഗന് ഞാൻ ജി എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ജി ഇവിടെയാണ്. അപ്പൊ ഇപ്പുറത്ത് ആരുണ്ട്? പി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് ആരുണ്ട്? വി ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഇടയിലാണ് ഗംഗൻ. സുമൻ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഗംഗൻ. അപ്പൊ ഗംഗന്റെ റൈറ്റിൽ നിന്ന്, ദിസ് ഇസ് ഗംഗന്റെ ലെഫ്റ്റ്, ദിസ് ഇസ് ഗംഗന്റെ റൈറ്റ്. ഗംഗന്റെ റൈറ്റിൽ നിന്ന് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഗംഗൻ. ഗംഗന്റെ സെക്കൻഡ് റൈറ്റിലാണ് ആരിയ്ക്കുന്നത്? ദിസ് ഇസ് ഫസ്റ്റ് റൈറ്റ്, ദിസ് സെക്കൻഡ് റൈറ്റിലാണ് ആരിയ്ക്കുന്നത്? സുമൻ ഇരിക്കുന്നത്. ദിസ് ഇസ് സുമനെ ഞാൻ എസ് യു എം എന്ന് വിളിക്കുകയാണ്. സുമൻ ഇരിക്കുന്നത്. കിരൺ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വ്യൂ. വ്യോമിന്റെ റൈറ്റിൽ നിന്ന് സെക്കൻഡ് ആയിട്ടാണ് ആരിയ്ക്കുന്നത്? കിരൺ ഇരിക്കുന്നത്. അപ്പൊ കിരണിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഓക്കെ, കിരണിന്റെ പൊസിഷൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ആൻഡ് കിരണിന്റെ നെയ്ബർ ആരായിരുന്നു? സമീർ ആണ് കിരണിന്റെ നെയ്ബർ. അപ്പൊ ദിസ് ഇസ് സമീർ. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ? എല്ലാം ഞാൻ വായിച്ചില്ലേ? കിരൺ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് യു. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയി. ഹൂ സിറ്റ്സ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് യു. വ്യോമിന്റെ ലെഫ്റ്റ് നിന്ന് ഫോർത്ത് ആരാണ് ഇരിക്കുന്നത്? അപ്പൊ ദിസ് ഇസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3 ആൻഡ് ഫോർത്ത് ഇരിക്കുന്ന ആരാണ്? കിരൺ ആണ് അല്ലെ? അപ്പൊ ആൻസർ എന്താ വരുന്നത്? കിരൺ ആണ്. കിരൺ ആണ് ലെഫ്റ്റ് നിന്ന് ഫോർത്ത് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ക്ലിയർ അല്ലേ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാവുമോ എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഈ പിയും ജിയും വിയും വെക്കാൻ നേരത്ത് വേറൊരു കണ്ടീഷൻ വരില്ലേ മാഡം? മാറ്റി വെച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കൂ. എങ്ങനെയാ വരുന്നതെന്ന് നോക്കൂ. മോസ്റ്റ്ലി സർക്കിൾ ആയതുകൊണ്ട് സെയിം ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. പിയും ഡിയും തിരിച്ചും വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയില്ല. പിയും ഡിയും തിരിച്ചു വെച്ചാലും സെയിം ആൻസർ കിട്ടേണ്ടതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹോംവർക്ക് ആയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിയും ക്യൂവും തിരിച്ചു വെച്ചിട്ട് എന്താ ആൻസർ വരുന്നത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സെയിം ആൻസർ വരേണ്ടതാണ് കേട്ടോ മോസ്റ്റ്ലി. എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 5 balls L1, L2, L3, L5, L4 and L5 are kept one above the other, not necessarily in the same order. L1 is just above L5. See, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മള് എന്താ പറയുക, ഈ ടോപ്പിക് ഇസ് നോട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഈ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പസിൽസ് ആണ്. ഇതിന് നമ്മൾ പസിൽ എന്നാ പറയാ. പസിൽസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഇത്. എങ്ങനെയാന്ന് വെച്ചാൽ 5 ഇതുണ്ട്. L1, L2, L3 എന്ന് പറഞ്ഞിട്ട് 5 balls ഉണ്ട്. അപ്പൊ ഇവർ പറയുന്നുണ്ട് L1 is just above L5. L5ന്റെ മുകളിലാണ് L1 ഇരിക്കുന്നത്. ആൻഡ് ജസ്റ്റ് ബിലോ എന്താ L4. L4ന്റെ താഴെയാണ് ഇരിക്കുന്നത്. L2 is just above L3 and just below L5. L5ന്റെ അടിയിലാണ് L2 എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് L3യുടെ മുകളിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? L2ന്റെ മുകളിലേക്ക് എത്ര ബോൾ ഉണ്ട്? വാട്ട് ഇസ് L2? ഇതാണ് L2. L2ന്റെ മുകളിലേക്ക് എത്ര ബോൾസ് ഉണ്ട്? 3 balls ഉണ്ട്. 3 balls ഉണ്ട് L2ന്റെ മുകളിലേക്ക്. ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. L2ന്റെ മുകളിലേക്ക് എത്ര ബോൾസ് ഉണ്ട്? 3 balls ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ പസിൽസ് എന്നുള്ള ക്വസ്റ്റ്യനും ചിലപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റിന് എന്ത് ഉണ്ട്? കയറി വരാറുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a college debate, 6 friends divided into 2 equal teams
ഓഫ് സവിത, കവിത, നമിത, ദിയ, പ്രിയ, റിയ. കണ്ടോ, എല്ലാവരുടെ വേർഡ്സ് ലൈക്ക് നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ലെറ്റേഴ്സാ. അപ്പൊ അവരുടെ ആദ്യത്തെ ലെറ്റർ എഴുതിയാൽ മതി. കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ആൻഡ് സിറ്റിംഗ് ഇൻ 2 rows. എത്ര പേരുണ്ട് ടോട്ടൽ? 6 ഫ്രണ്ട്സ് ആണ്. അവര് 2 റോസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു റോയിൽ 3 പേര് വെച്ചിട്ടുണ്ട് അല്ലെ. ഒരു റോയിൽ 3 പേരുണ്ട്. അവര് ഈച്ച് അതർ ആയിട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 1 2 3 1 2 3 അങ്ങനെയാണ്. ആൻഡ് അവർ ഈച്ച് അതർ ആയിട്ട് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സൗത്തിലേക്കാണ് നോക്കുന്നത്. ഇവരെങ്ങോട്ടാണ് നോക്കുന്നത്? ഇവര് നോർത്തിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവര് സൗത്തിലേക്കും ഇവര് നോർത്തിലേക്കും ആണ് നോക്കുന്നത്. അപ്പൊ ഈ സൗത്തിലേക്ക് നോർത്തിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും മാറും. ഇവിടെ എന്താണ്? ദിസ് ഇസ് ലെഫ്റ്റ്, ദിസ് ഇസ് റൈറ്റ്. ഇവിടെ നേരെ തിരിച്ച് ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് ലെഫ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ്? പ്രിയ ഇസ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് എനി റോ. പ്രിയ എന്ന് പറയുന്നത് എൻഡിലല്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ പ്രിയ ഇവിടെ വരാം, അല്ലെങ്കിൽ പ്രിയ ഇവിടെ വരാം. കവിത ഇസ് ദ നെയ്ബർ ഓഫ് റിയ. റിയയുടെ നെയ്ബർ ആണ് കവിത എന്ന് പറയുന്നത്. നമുക്ക് ദിയ ഇസ് സെക്കൻഡ്. നമ്മൾ എപ്പോഴും ആദ്യം നോക്കേണ്ടത് എന്തെങ്കിലും ഡെഫിനറ്റ് ഇൻഫർമേഷൻ ഉണ്ടോ എന്നാണ്. ഡെഫിനറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആദ്യം തന്നെ എടുത്തെഴുതാം. ദിയ ഇസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് റിയ. റിയയുടെ സെക്കൻഡ് എന്നാണ് ദിയ വരുന്നത്. നമിത ദ നെയ്ബർ ഓഫ് പ്രിയ ഇസ് സിറ്റിംഗ് ഡയഗണലി ഓപ്പോസിറ്റ് ദിയ. അതായത് നമിതയും ദിയയും ഡയഗണലി ഓപ്പോസിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമിതയും ദിയയും ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ നമിതയെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമിത. വേറെ കളർ വെച്ച് എഴുതാം. ഇവിടെയാണ് നമിത എങ്കിൽ ഒരേ ഡയഗ്രാം നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് മേക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ നമിതയും ഇവിടെ ദിയേനെയും വെച്ചു. നിങ്ങൾക്ക് നേരെ തിരിച്ചും വെക്കാം. എങ്ങനെ ഡയഗ്രാം വെക്കണമെന്നല്ല, ആൻസർ എങ്ങനെ വെച്ചാലും ഒരേപോലെ കിട്ടും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ലൈക്ക് യു ക്യാൻ മേക്ക് ദ ഡയഗ്രാം നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്കിപ്പോ ഒരു മെത്തേഡ് അല്ല ഡയഗ്രാം മേക്ക് ചെയ്യാൻ, പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ആൻസർ ഒരുപോലെ കിട്ടും എങ്ങനെ ഡയഗ്രാം വെച്ചാലും. കാരണം ഡയഗ്രാം വെക്കുമ്പോൾ നമ്മുടെ ലോജിക് ഒരേപോലെയാണ് ക്വസ്റ്റനിൽ വർക്ക് ആവുക. അപ്പൊ ഇവിടെ ഞാൻ നമിതയെ വെച്ചു. നമിതയുടെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് ദിയ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിയ ഇസ് ദ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് റിയ. റിയയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ദിയ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ദിയേനെ കൊണ്ടുപോയിട്ട് ഇവിടെയും നമിതേനെ കൊണ്ടുപോയിട്ട് ഇവിടെയും വെച്ച് കഴിഞ്ഞാല് എനിക്ക് ദിയേനെ സെക്കൻഡ് ലെഫ്റ്റിലേക്ക് വെക്കാൻ പറ്റില്ല അല്ലെ. റിയയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ദിയ ഇരിക്കേണ്ടത്. അപ്പൊ റിയയുടെ ലെഫ്റ്റിൽ ദിയ ഇരിക്കണമെങ്കിൽ ഈ ഒരു പൊസിഷനെ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു പൊസിഷൻ വെക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ദാ റിയയുടെ സെക്കൻഡ് ലെഫ്റ്റിലേക്ക് ഞാൻ ദിയേനെ വെച്ചു. നമിതയുടെ നെയ്ബർ ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? നമിത ദ നെയ്ബർ ഓഫ് പിയ. അപ്പൊ ഇവിടെയാണ് ആര്? പിയ വന്നിരിക്കുന്നത്. ഓക്കെ, നമിത ദ നെയ്ബർ ഓഫ് പിയെ കിട്ടി. ഇനി ഇവിടെ ആരാ ഉള്ളത്? ബാക്കിയുള്ള ഒരാളുണ്ട്, അയാൾ ഇവിടെ വെച്ചാൽ മതി. ആരാണത്? നമിതയും ബിയെയും പിയെയും റിയയും ഒക്കെ കഴിഞ്ഞു. യെസ്, ആരാണ്? കവിതയുണ്ട്. കവിതേനെ ഇവിടെ വെച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സിറ്റിംഗ് ഡയഗണലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, നമ്മള് ആരെയോ മറന്നുപോയല്ലോ. സവിതയെ മറന്നുപോയി. ഫുൾ വായിച്ചില്ല. ഇപ്പൊ ഇത്രയും കാര്യം നമ്മൾ വെച്ചു അല്ലെ. നമിതയെ വെച്ചു, പിയെ വെച്ചു, ദിയെ വെച്ചു, റിയെ വെച്ചു. കവിത ഇസ് ദ നെയ്ബർ ഓഫ് റിയ. കവിതയാണ് റിയയുടെ നെയ്ബർ എന്ന് പറയുന്നത്. അപ്പൊ കവിതയെ വെച്ചു. ഇനി ആരാണ്? സവിതയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ഇവിടെ സവിതയെ വെച്ച് ഫില്ല് ചെയ്തു. സോ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നത് ആരൊക്കെയാണ്? ഓൾറെഡി നമിതയും റിയയും ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇരിക്കുന്നത് ആരാണ്? സവിതയും ദിയയുമാണ് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെ. സവിത ആൻഡ് എന്തൊക്കെയോ മിസ്റ്റേക്ക് പറ്റി. ഒന്നും കൂടെ നോക്കട്ടെ എന്താ സംഭവിച്ചത് നോക്കട്ടെ. ഒന്നും കൂടെ ഫില്ല് ചെയ്യട്ടെ. ഓക്കെ, അതായത് കവിത ഇസ് ദ നെയ്ബർ ഓഫ് റിയ, നമിത ഇസ് ദ നെയ്ബർ ഓഫ് പിയ ആൻഡ് ഇസ് സിറ്റിംഗ് ഡയഗണലി ഓപ്പോസിറ്റ് ദിയ. അപ്പൊ നമിതയും എന്താണ്?
റിയയും നമിതയും നമിത ആൻഡ് ദിയ ആർ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നമിതയെ വെച്ചു, ഇവിടെ ഞാൻ ആരെ വെച്ചു? ദിയയെ വെച്ചു. നമിതയും ദിയയും നമ്മൾ വെച്ചു. ആൻഡ് നമിതയുടെ നെയ്ബർ ആരാണ്? ടി ആണ് നമിതയുടെ നെയ്ബർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ആരാണ്? റിയയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ദിയ ഇരിക്കുന്നത്. അപ്പൊ റിയേനെ ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, റിയയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. ഇനി എന്താണ്? കവിത ഇസ് എ നെയ്ബർ ഓഫ് റിയ. റിയയുടെ നെയ്ബർ എന്ന് പറഞ്ഞാൽ കവിതയാണ്. അപ്പൊ ബാക്കിയുള്ളിടത്ത് ഞാൻ ആരെ വെച്ചു? സബിതയെ വെച്ചു. സോ എന്താണ്? നമ്മുടെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ്? സബിതയും റിയയുമാണ്. ഓക്കെ, സബിത ആൻഡ് റിയ അത് ഡയഗണലി ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ. ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ തെറ്റും. എന്റെ എന്താ പറയാ, പെൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് നിന്ന് പോകുന്നുണ്ട്. ഞാൻ അത് നോക്കിയിരുന്നിരുന്നാണ് എന്റെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് തെറ്റിയത്. ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത് ഈ നെയിം, ആൾക്കാർക്ക് നെയിം തരുമ്പോ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആവും. വലിയ വലിയ നെയിം തരുമ്പോ. അപ്പൊ മോസ്റ്റ്ലി ക്വസ്റ്റ്യനിൽ നെയിം തരുമ്പോഴും അവരെന്ത് ചെയ്യും? ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ തരാൻ നോക്കും, അല്ലെങ്കിൽ വലിയ വലിയ നെയിംസ് തരാനും നോക്കും. ഒരേ ലെറ്റേഴ്സ് ഉള്ള വലിയ വലിയ നെയിംസ് തരാനും നോക്കും. ഇഫ് ദേ ഹാവ് ടു മേക്ക് ദ ക്വസ്റ്റ്യൻ ടഫ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ നെയിം ശ്രദ്ധിക്കാം. അപ്പം ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എവിടെ? ഈ കോളേജ് ഡിബേറ്റിന്റെ അല്ലേ നമ്മൾ ചെയ്തത്? യെസ്, ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. MNOPQR and S are sitting in a row of the class facing north. അവർ നോർത്തിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. MNOPQRS ആണ് കേട്ടോ. MNOPQRS നേരെ 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 എഴുതിയാൽ മതി. 7 പേരുണ്ട്. MNOPQRS നോർത്തിലേക്കാണ് ഫേസ് ചെയ്ത് ഇരിക്കുന്നത്. സോ ദാറ്റ് ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇനി വായിക്കാം. Q sits third to the left of P. Q sits third to the left of P. Pയുടെ ലെഫ്റ്റ് നിന്ന് തേർഡ് ആയിട്ടാണ് Q ഇരിക്കുന്നത്. Who is an? അത് who എന്ന് പറയുമ്പോൾ ആരാണ്? P is an immediate neighbor of N. Who is at the extreme end? അതായത് ആരാണ് who? N എക്സ്ട്രീം റൈറ്റ് എൻഡിലാണ്. അപ്പൊ N ഇവിടെയാണെന്ന് കിട്ടി. കണ്ടോ? എക്സ്ട്രീം റൈറ്റ് എൻഡിൽ N ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആര്? N എന്ന് പറഞ്ഞ ആരാണ്? Pയുടെ നെയ്ബർ ആണ്. അപ്പം ഇവിടെയാണ് P എന്ന് കിട്ടി. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് Q sits third to the left of P. Pയുടെ ലെഫ്റ്റ് നിന്ന് മൂന്നാമതാണ് Q ഇരിക്കുന്നത്. അപ്പൊ Pയുടെ ലെഫ്റ്റ് നിന്ന് മൂന്നാമെന്ന് പറയുമ്പോൾ ഇത് 1, ഇത് 2, 3. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്തു? Qനെ വെച്ചു. Pയുടെ ലെഫ്റ്റ് നിന്ന് മൂന്നാമത് Qനെ വെച്ചു. ഇനി നോക്കാം. only 4 persons sit between P and M. Pന്റെയും Mന്റെയും ഇടയിൽ 4 പേര് വേണം. അപ്പൊ 1, 2, 3, 4 പേര് വേണം എന്ന് പറയുമ്പോൾ M ഇവിടെയാണ് ഇരിക്കുക, അല്ലെ? only 1 person sits between S and R. Sന്റെയും Rന്റെയും ഇടയിൽ ഒരാളെ ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാല് ഇവിടെ S വരാം, അല്ലെങ്കിൽ ഇവിടെ R വരാം, അല്ലെ? O is the immediate neighbor of R. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനെ പറ്റുള്ളൂ. ഇവിടെ S വന്നു, ഇവിടെ R വന്നു, എങ്കിൽ മാത്രമേ, ഇവിടെ R വന്നാൽ മാത്രമാണ് Oന് നമുക്ക് എങ്ങനെ പറ്റുള്ളൂ? Rന്റെ നെയ്ബർ ആക്കാൻ പറ്റുള്ളൂ. സി, ഇവിടെ ആറും ഇവിടെ എസും വന്നു കഴിഞ്ഞാൽ നമുക്ക് Oനെ Rന്റെ നെയ്ബർ ആക്കാൻ പറ്റുമോ? പറ്റില്ല. സോ എസിനെ ആറിനെ നമ്മൾ അങ്ങനെ നേരത്തെ എഴുതി. മോസ്റ്റ്ലി ക്വസ്റ്റ്യനിൽ പറയുന്ന ഓർഡറിൽ തന്നെ എഴുതുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി മിക്ക ആൻസേഴ്സും കിട്ടും. അതൊന്നും ഓർത്ത് വെക്കാണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ട് only 1 person sits between S and R. അപ്പൊ എസിനെ ആറിനെ അവർ പറഞ്ഞ ബിറ്റ്വീൻ R and S എന്നാണ് അവർ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ R and S എന്നുള്ള രീതിയിൽ പൊതുവെ അവർ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാറില്ല. അതുപോലെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്? ആറിന്റെ ഇമീഡിയറ്റ് നെയ്ബർ എന്ന് പറഞ്ഞാൽ OR. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്നത് ആരാണ്? M ആണ്, അല്ലെ? ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? M ആണ്. M ആണ് എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്നത് ആരാണ്? M ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൺ എ റൗണ്ട് ടേബിൾ ABCDEFGH 8 പേരിരിക്കുന്നുണ്ട് കേട്ടോ. 8 പേരിരിക്കുന്നുണ്ട്. വലിയ ക്വസ്റ്റ്യൻ ആണ്. എട്ട് പേരിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതില് എല്ലാവരും എങ്ങനെ ഇരിക്കുന്നത്? ദേ ആർ ഫേസിങ് ഈച്ച് അതർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ 1, 2, 8 പേരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. 4 പേര് ഇങ്ങനെ വരച്ചു. ഇനി ഇങ്ങനെ വരയ്ക്കാം.
8 പേര് ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? 8 പേരുണ്ട്. ലെഫ്റ്റും റൈറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ക്വസ്റ്റനിൽ എഴുതാത്തത്. മൊത്തം എഴുതി കൺഫ്യൂസ് ആക്കണ്ട. നോക്കുക, A and F are facing each other. എയും എഫും ഫേസിങ് ഈച്ച് അതർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ എനെ വെച്ചാൽ ഇപ്പുറത്തെ എഫിനെ വെച്ചു. A and F are facing each other. Okay. D is to the left of F. എഫിന്റെ ലെഫ്റ്റ്, എഫിന്റെ റൈറ്റ് ഇത്, എഫിന്റെ ലെഫ്റ്റ് ഇത്, എയുടെ ലെഫ്റ്റ് ഇത്, എയുടെ റൈറ്റ് ഇത്. അപ്പൊ എഫിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ബി എന്ന് പറയുന്നത്. ബി ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. ഓക്കെ. അതേപോലെ എച്ചിന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇവിടെ എച്ച് വരച്ചാൽ നമുക്കറിയാം ദിസ് ഇസ് ലെഫ്റ്റ്, ദിസ് ഇസ് റൈറ്റ്. അപ്പൊ എച്ചിന്റെ റൈറ്റ് സൈഡിലുമാണ് ബി. ജി ഇസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. സിയുടെയും ഡിയുടെയും ഇടയിലാണ് ജി എന്ന് പറയുന്നത്. എച്ച് ഇസ് ബിറ്റ്വീൻ ബി ആൻഡ് ഇ. ബിന്റെയും ഇന്റെയും ഇടയിലാണ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയുടെ ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ. ഇനി ജി ഇസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ ജിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ. ഇനി ഡിയും സിയും ഡിയും എവിടെ കൊടുക്കണം എന്ന് അറിയാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡി ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. എയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഡി. അപ്പൊ ഇവിടെയാണ് ഡിയുടെ ക്വസ്റ്റ്യൻ, ഇവിടെ സിയുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഹൂസ് ദ വൺ ഫേസിങ് ഇ. ഇനെ ഫേസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനെ ഫേസ് ചെയ്തിരിക്കുന്ന ആരാണ്? സി ആണ് ഇനെ ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സി. സി ഇസ് ദ ആൻസർ. ഈസിയാണ്. Question is easy. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Read the following information carefully and answer the given question below it. On a round table, അല്ലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, ഞാൻ എഴുതാൻ വേണ്ടി വെച്ചത്. ഇത് നോക്കിക്കേ. While the group photo of a family was taken, the father was found to be sitting to the ആ സംഭവം കൊടുത്തിട്ടുണ്ട്. ആരാണ് നടുക്കിരിക്കണമെന്ന് കണ്ടുപിടിക്കണം. എത്ര പേരുണ്ട്? ഫാദർ ഉണ്ട്, സൺ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഡോട്ടർ ഉണ്ട്. അപ്പൊ നോക്കാം. ഫാദർ വാസ് ഫൗണ്ട് ടു ബി സിറ്റിംഗ് ലെഫ്റ്റ് ഓഫ് സൺ. അതായത് ഫാദർ ഇരിക്കുന്നത് നോക്കിക്കേ, സണ്ണിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും നടുക്കാണ് ഫാദർ. അപ്പൊ ഇത് ഫാദർ ആണെന്ന് വിചാരിക്കേ. ഫാദർ സണ്ണിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പം സണ്ണിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ സണ്ണിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫാദർ ഇരിക്കുന്നത്. ഗ്രാൻഡ് ഫാദറിന്റെ റൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ. മദർ വാസ് സിറ്റിംഗ് റൈറ്റ് ഓഫ് ഹർ ഡോട്ടർ. ഡോട്ടറിന്റെ റൈറ്റ് സൈഡിലാണ് മദർ ഇരിക്കുന്നത്. ഡോട്ടറിന്റെ റൈറ്റ് സൈഡിലാണ് മദർ ഇരിക്കുന്നത്. ആൻഡ് ഗ്രാൻഡ് ഫാദറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് സെൻട്രൽ പൊസിഷൻ ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോ എങ്ങനെ നമുക്ക് എഴുതാം? ഡോട്ടർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഫാദർ, സണ്ണ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ ആരാണ് നടുവിലിരിക്കുന്നത്? നടുവിലിരിക്കുന്നത് ഗ്രാൻഡ് ഫാദർ ആണ്. ഗ്രാൻഡ് ഫാദർ ഇസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? ഫാദർ വാസ് ഫൗണ്ട് ടു ബി സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ സൺ. Who is occupying central position. Okay. അപ്പൊ ഗ്രാൻഡ് ഫാദർ ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ 8 friends GJ, LM, PQ, S and Z sitting around the circle facing the center. നോക്ക്, they are facing the center. അപ്പൊ നമുക്ക് 8 ഫ്രണ്ട്സ് സർക്കിൾ വരയ്ക്കണം. വീണ്ടും സർക്കിൾ വരയ്ക്കണം. സർക്കിൾ ക്വസ്റ്റ്യൻ. സി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സർക്കിൾ വരയ്ക്കാതെയും സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ തെറ്റും. ഞാൻ സർക്കിൾ വരയ്ക്കാതെയും സർക്കിൾ വരച്ചും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സർക്കിൾ വരയ്ക്കാതെ ചെയ്താൽ നമ്മളൊരു ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 8 എണ്ണം തെറ്റായിരിക്കും. സർക്കിൾ വരയ്ക്കാതെ ചെയ്തു ബിക്കോസ് ഇറ്റ് ഇസ് കൺഫ്യൂസിങ്. അപ്പം ഇത് നമ്മൾ 8 പേരുണ്ട്. ഇങ്ങനെ നോക്കിയാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സെറ്റ് സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം, ഹൂ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. ഓൺലി വൺ പേഴ്സൺ സിറ്റ്സ് ബിറ്റ്വീൻ എസ് ആൻഡ് എൽ. എസിന്റെയും എല്ലിന്റെയും ഇടയിൽ ഒരു പേഴ്സൺ ആണ് ഇരിക്കുന്നുള്ളൂ. P is an immediate neighbor of L. G and M are an immediate neighbor of each other. അപ്പൊ എവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കാം. Z sits third to the left of M. അപ്പൊ നമുക്ക് ആദ്യം എമ്മിനെ വെക്കാം. എമ്മിന്റെ ലെഫ്റ്റ് നിന്ന് തേർഡ് ആയിട്ടാണ് എസ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ റാൻഡമായിട്ട് സർക്കിൾ അല്ലേ, നമുക്ക് എവിടെ വേണമെങ്കിലും എമ്മിനെ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ എമ്മിനെ വെച്ചു എന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ എമ്മിനെ വെച്ചു. ദിസ് ഇസ് എമ്മിന്റെ റൈറ്റ്, ഇതാണ് എമ്മിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത്. എമ്മിന്റെ ലെഫ്റ്റ് നിന്ന് തേർഡ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? സെഡ് ഇരിക്കുന്നത്. അപ്പൊ 1, 2, 3 സെഡ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇവിടെ നോക്ക്, സെഡ് സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം. എമ്മിന്റെ ലെഫ്റ്റിൽ നിന്ന് തേർഡ് ആയിട്ടാണ് സെഡ് ഇരിക്കുന്നത്. സെഡ് സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം. ഹൂ ഇസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. ഹൂ എന്ന് പറയുമ്പോൾ ആരാണ്?
എം എന്ന് പറയുന്നത് എസിന്റെ ലെഫ്റ്റിന്ന് സെക്കൻഡ് ആണ്. അപ്പം ഇവിടെയാണ് എസ് വരിക അല്ലെ. ഇത് എസിന്റെ റൈറ്റ്, ഇത് എസിന്റെ ലെഫ്റ്റ്. എസിന്റെ ലെഫ്റ്റിന്ന് സെക്കൻഡ് ആണ് എം ഇരിക്കുന്നത്. ഓൺലി വൺ പേഴ്സൺ സിറ്റ്സ് ബിറ്റ്വീൻ എസ് ആൻഡ് എൽ. എസിന്റെയും എല്ലിന്റെയും ഇടയിൽ ഒരാളെ ഇരിക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം എൽ ഇവിടെ ആയിരിക്കും. എല്ലിന് ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എൽ ഇവിടെ ആയിരിക്കും. എല്ലിനെ ഇവിടെ ഒന്നല്ലെങ്കിൽ എല്ലിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ, അല്ലെങ്കിൽ എല്ലിന്റെ ക്വസ്റ്റ്യൻ അവിടെ ഓൾറെഡി എം ഉണ്ട്. അപ്പൊ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ക്യൂ സിറ്റ്സ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എസ്. അപ്പം എസിന്റെ റൈറ്റിൽ നിന്ന് അഞ്ചാമതാണ് ക്യൂ ഇരിക്കുന്നത്. 1, 2, 3, 4, 5 ഇവിടെയാണ് ക്യൂ ഇരിക്കുന്നത്. പി ഇസ് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എൽ. എല്ലിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് പി. ഓക്കെ. ജി ആൻഡ് എം ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഈച്ച് അതർ. ജി ആൻഡ് എം ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഈച്ച് അതർ. അപ്പൊ ജി ഇവിടെ വരും. ഇനി ആരാ ബാക്കിയുള്ളത്? ഒരു ജെ ബാക്കിയുണ്ട്. ജെനെ ഇവിടെ വെച്ചു. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി പേഴ്സൺ സിറ്റ്സ് ബിറ്റ്വീൻ എം ആൻഡ് എൽ. എമ്മിന്റെയും എല്ലിന്റെയും ഇടയിൽ എത്ര പേര് ഇരിക്കുന്നുണ്ട്? എമ്മിന്റെയും എല്ലിന്റെയും ഇടയിൽ എത്ര പേര് ഇരിക്കുന്നുണ്ട്? 1, 2, 3. ഇവിടെ നിന്നാണെങ്കിലും 1, 2, 3. എത്ര പേര് ഇരിക്കുന്നുണ്ട്? 3. 3 is the answer. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര് എമ്മിന്റെയും എന്നിന്റെയും ഇടയിൽ ഇരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക്? 8 people. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ വായിക്കാൻ നിങ്ങൾക്ക് PDF വരുമ്പോൾ കുറച്ചും കൂടി നല്ലോണം ക്ലിയർ ആവുന്നുണ്ടാവും. 8 people are sitting in, നമ്മൾ പാരലൽ ലൈൻസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. 8 people are sitting in 2 parallel rows. 2 പാരലൽ റോസ് ആണ്. അതിലെങ്ങനെയാണ്? ഒരു റോയിൽ 4 ആൾക്കാർ വെച്ചോണ്ട്. അപ്പൊ 1, 2, 3, 4. അടുത്ത റോയിൽ 1, 2, 3, 4 ആൾക്കാർ വെച്ചോണ്ട്. ഇനി ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും? ദേ ആർ ഫേസിങ് സൗത്ത്. ചെയ്താം. ഇവിടെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഇവിടെയുള്ള ആൾക്കാർ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ ഇത് ലെഫ്റ്റ്, ഇത് സൗത്ത്. പക്ഷെ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു തുടങ്ങാം. ഇൻ ദ ഫസ്റ്റ് റോ. അപ്പൊ ഇതാണ് ആദ്യത്തെ റോ എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ റോയില് ഇതാണ് റോ 1 എന്ന് പറയുന്നത്. ദിസ് ഇസ് റോ 1, ദിസ് ഇസ് റോ 2. ഇതാണ് സെക്കൻഡ് റോ എന്ന് പറയുന്നത്. ദിസ് ഇസ് റോ 2. അപ്പൊ ഇൻ ദ ഫസ്റ്റ് റോ ഇതിൽ ABCD ആണ് ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത് കേട്ടോ. ABCD are seated and all of them are facing south. In the second row, WXYZ are seated and all of them are southing north. Thus, each person faces another person from the other row. The person facing Z is sitting third to the left of it. അതായത് സെഡിന്റെ നേരെ നിൽക്കേണ്ട പേഴ്സൺ എന്ന് പറയുന്നത് സെഡിനെ ഫേസ് ചെയ്യുന്ന പേഴ്സൺ. ഇവിടെയാണ് സെഡ് വരുന്നത് വിചാരിക്കും. സെഡിനെ ഫേസ് ചെയ്യുന്ന പേഴ്സൺ ഇരിക്കുന്നത് 7 തേർഡ് എന്നാണ്. ദ പേഴ്സൺ ഫേസിങ് സെഡ് ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇറ്റ്. 7 ലെഫ്റ്റ് നിന്ന് തേർഡ് ആണ് സെഡിനെ സിറ്റ് ചെയ്യുന്ന പേഴ്സൺ ഇരിക്കുന്നത്. അപ്പൊ 7 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. W is sitting second to the left of Z. സെഡിന്റെ ലെഫ്റ്റ് നിന്ന് രണ്ടാമതാണ് ആരിയിരിക്കുന്നത്? W ഇരിക്കുന്നത്. ഓക്കെ. B is the only neighbor of C and sits at the extreme end. ആരാണ് സിറ്റ് ചെയ്യുന്നത്? B ആണ്. ആൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ആള് B sits at the extreme end. ബിയുടെ നെയ്ബർ ആണ് C എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ്. അപ്പൊ ഇവിടെ ആരാ ഇനി ബാക്കിയുള്ളത്? ഒരു D ഉണ്ട്. ഇനി അടുത്തത് എന്താണ്? എക്സും വൈയും അല്ലെ? എക്സും വൈയും ഉണ്ട്. അപ്പൊ എക്സിന്റെയും വൈന്റെയും പൊസിഷൻ എവിടെ വേണമെങ്കിലും വരാം. ഒന്നില്ലെങ്കിൽ എക്സ്, ഇവിടെ എക്സ് വരാം, ഇവിടെ വൈ വരാം. അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വൈ വരാം, ഇവിടെ എക്സ് വരാം. ആ ക്ലാരിറ്റി ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, വേണ്ട. നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Who among the following faces Z? സെഡിനെ ഫേസ് ചെയ്യുന്ന ആരാണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. എക്സും വൈയും എവിടെയാണ് ഇരിക്കുന്നത് ഒന്നും അറിയണ്ട. സെഡിനെ ഫേസ് ചെയ്യുന്ന ആരാണ്? ബി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. ഓക്കെ, ബി ഇസ് ആർ ആൻസർ. വലിയ ഭീകരൻ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വായിച്ച ആൻസർ. ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ മോസ്റ്റ്ലി എല്ലാവരും കാണുമ്പോൾ പേടിക്കും. ബിക്കോസ് ഒരു പാസേജ് പോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആൻഡ് എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാലോചിക്കുക, എത്ര വലുതാണോ ക്വസ്റ്റ്യൻ അത്ര ഈസി ആയിരിക്കും അത് സോൾവ് ചെയ്യാൻ. വളരെ വലിയ പോലത്തെ ക്വസ്റ്റ്യൻസ് ആപ്റ്റിറ്റ്യൂഡിൽ കാണും, അതായിരിക്കും ഏറ്റവും ഈസി. ഒരു സിംഗിൾ ലൈനിലൊക്കെ ക്വസ്റ്റ്യൻ വരും, അതായിരിക്കും മോസ്റ്റ്ലി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സിംഗിൾ ലൈനിലൊക്കെ നമ്മുടെ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ദാറ്റ് ഇസ് ഭയങ്കര ടഫ്. പക്ഷെ
വളരെ എന്താ പറയാ വലിയ ഭീകരൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ വായിക്കില്ല. ബേസിക്കലി വലിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉള്ളൊരു ഇൻസ്റ്റിങ്ക്ട് എന്താന്ന് വെച്ചാൽ അത് വായിക്കാതിരിക്കാനാണ്. അപ്പൊ അത് വായിക്കില്ല. പക്ഷെ അതായിരിക്കും എന്ത് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതെപ്പോഴും എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിലിപ്പോ സിമിലർ ക്വസ്റ്റ്യൻസ് ചെയ്താലും എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്ക് പിന്നെയും ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്ന പോലത്തെ ഒരു ടോപ്പിക് ആണിത്. 8 പേര് 4 റോസ് ആയിട്ട് ഇരിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ദിസ് റോ 1 ആണ്. ഇത് സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് വരും, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. എല്ലാ ക്വസ്റ്റ്യനും ഇത് എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ട് ഇത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കാം, ഇത് റോ 1 EFGH ആണ്, റോ 2 UVWX ആണ് വരുന്നത്. ഇനി നമുക്ക് വായിച്ചു നോക്കാം. G sits exactly opposite U. യുവിന്റെ ഓപ്പോസിറ്റ് ആണ് G. ഇനി U എവിടെ ഇരിക്കുന്നത്, U who sits second from the right end of the row. അതായത് യുവിന്റെ റോ എന്ന് പറഞ്ഞാൽ ഇതാണ്, യുവിന്റെ റോയുടെ റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ റൈറ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ് ആയിട്ടാണ് ആരിരിക്കുന്നത്, റൈറ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ്. അപ്പൊ യുവിന്റെ പൊസിഷൻ ഇവിടെയാണ്, യുവിന്റെ ഓപ്പോസിറ്റ് ആണ് G ഇരിക്കുന്നത്. ഓക്കെ, കിട്ടി. ഇനി എന്താണ്, F സിറ്റ്സ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ റോ. F ഇരിക്കുന്നത് റൈറ്റ് എൻഡിലാണ്. അപ്പം F ഇവിടെയാണ്, ഈ റോഡ് റൈറ്റ് എൻഡ് ഇവിടെയാണ് വരുന്നത്, F ഇരിക്കുന്നത് അവിടെയാണ്. ആൻഡ് ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് എക്സ്. അതായത് ആൻഡ് എന്ന് പറയുമ്പോൾ ആരെ കുറിച്ചാണ് പറയുന്നത്, എഫിനെ കുറിച്ചാണ് പറയുന്നത്. എഫിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എക്സ് ആണ്. ഇ സിറ്റ്സ് ബിറ്റ്വീൻ എഫ് ആൻഡ് ജി. എഫിന്റെയും ജിന്റെയും ഇടയിൽ ഇ ആണ് ഇരിക്കുന്നത്. ആൻഡ് ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ബി. ആൻഡ് എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്, ഇയുടെ കുറിച്ചാണ്. ഇയുടെ നെയ്ബർ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇനി എന്താ നമുക്ക് വേണ്ടത്, ബാക്കിയുള്ള ലെറ്റർ വെച്ച് ഫിൽ ചെയ്താൽ മതി. ഇവിടെ എന്ത് വരും, ഡബ്ല്യു വരും. ഇവിടെ ഇ, എഫ്, ജി, ഇവിടെ എച്ച് വരും. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൂ സിറ്റ്സ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ദ റോ ഓഫ് പീപ്പിൾ ഫേസിംഗ് സൗത്ത്. ആരാണ് സൗത്ത് ഫേസിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്നത്, ഇവര് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന പീപ്പിളിന്റെ ലെഫ്റ്റ് എൻഡിൽ ആരാണ് ഇരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എച്ച് ആണ് ആൻസർ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് ആണ്. എച്ച് ഇസ് ദ ആൻസർ. ഓക്കെ, എച്ച് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഒരു പാസേജ് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ ആൻസർ ഇസ് വളരെ സിമ്പിൾ. ഈ ക്വസ്റ്റൻ ആൻസർ നിങ്ങൾ പറഞ്ഞോളൂ. 7 people ABCDEFG are sitting in a straight. ഏഴ് പേരുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി. നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓൺലി 1 person sits to the left of D. ഡിയുടെ ലെഫ്റ്റില് ഒരാളെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഡിക്ക് ഇവിടെ ഇരിക്കാനേ പറ്റില്ല, അല്ലെ? ഡി ഇവിടെ ഇരിക്കുന്നു. എ ഇസ് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡി. ഡിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് എ, അല്ലെ? നോക്കാം, ഇവിടുത്തെ നെയ്ബർ ആണോ ഇവിടുത്തെ നെയ്ബർ ആണോ നമുക്ക് നോക്കാം. ഓൺലി 2 people sits between എഫ് ആൻഡ് ഡി. അപ്പൊ എഫിന്റെയും ഡിയുടെയും ഇടയിൽ 2 പേര് ഇരിക്കുന്നത് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. എഫിന്റെയും ഡിന്റെയും ഇടയിൽ 2 പേര് എന്ന് പറയുമ്പോൾ എഫ് ഇവിടെയാണ് വരുന്നത്, അല്ലെ? എഫിന്റെയും ഡിന്റെയും ഇടയിൽ 2 പേര് ഇരിക്കുന്നുണ്ട്. ഓൺലി 3 people sits between എഫ് ആൻഡ് ജി. സി ആൻഡ് ജി. സിന്റെയും ജിന്റെയും ഇടയിൽ 3 പേര്. എത്ര പേര് ഇരിക്കണം, 3 പേര് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ 1 2 3. ഇവിടെ ഇപ്പൊ ഞാൻ സീനെ വെക്കുകയാണെങ്കിൽ 1 2 3 കഴിഞ്ഞ് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെയാണ് ജീനെ വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ജീനെ വെക്കാം, ഇവിടെ സീനെ വെക്കാം. നമുക്ക് അടുത്തത് വായിക്കാം. ബി ഈസ് നോട്ട് എൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ്
ജി. ജിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. only two people sits between E and A. ഇയുടെയും എയുടെയും ഇടയിൽ രണ്ട് ആൾക്കാരാണ് ഇരിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ഡിയുടെ നെയ്ബർ ആണ് എ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇയുടെയും എയുടെയും ഇടയിൽ രണ്ടുപേര് ഇരുന്നു. ഇയുടെയും എയുടെയും ഇടയിൽ രണ്ടുപേര് ഇരുന്നു. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബിനെയും ജീനെയും ഒന്നിച്ചിരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബിനെയും ജീനെയും ഒന്നിച്ചിരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബിനെ ഇവിടെ ഇരുത്താം. ബിനെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ജി വരാൻ പാടില്ല, ഇവിടെ സി വരാം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ജി വരും. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഹൂ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി? ജിയുടെ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആരാണ്? ജിയുടെ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആരാണ്? ഡി ആണ്. ഡി ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ വരച്ചു നോക്കി എഴുതുക എന്നുള്ളതാണ് ഇതിന്റെ ലോജിക്ക്. നിങ്ങൾ വരച്ചു നോക്കുക. വരച്ചു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കിട്ടാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഔട്ട്സൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സെന്റർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫേസിങ് ഔട്ട്സൈഡ് ദ സെന്റർ, പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു ട്രെൻഡ് പറയാനാണെങ്കിൽ എപ്പോഴും ഫേസിങ് ഇൻസൈഡ് ക്വസ്റ്റ്യൻസ് ആണ് റീസെന്റ് ഇയേഴ്സിൽ മോസ്റ്റ്ലി ചോദിക്കാറ്. ഫേസിങ് ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ബാങ്കിങ് സെക്ടറിലാണ്, ബാങ്കിങ് ക്വസ്റ്റ്യൻസ് എക്സാംസിനൊക്കെയാണ് കൂടുതൽ ഫേസിങ് ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. വേണമെങ്കിൽ RRBക്ക് ഒരു ചേഞ്ചിന് ഫേസിങ് ഔട്ട്സൈഡ് ചോദിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. എത്ര പേരുണ്ട്? 5 പേര്. അല്ലെ, 5 പേരുണ്ട്. അപ്പൊ സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചു. ഫേസിങ് ഔട്ട്സൈഡ് ആണ് കേട്ടോ ഇരിക്കുന്നത്. അവർ പുറത്തേക്ക് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഇങ്ങോട്ട് 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 5 പേര് ഫേസിങ് ഔട്ട്സൈഡ് ആണ്. ഇപ്പൊ ലെഫ്റ്റും റൈറ്റും മാറുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് നോർത്തിലേക്കാണ്. അപ്പൊ നമ്മുടെ പോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ്, ഇത് നമ്മുടെ പോലെ തന്നെ വരും. ലെഫ്റ്റ് റൈറ്റ്, ഇതും നമ്മുടെ പോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ്. ഇത് നേരെ തിരിച്ചു വരും അല്ലെ, സൗത്തിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ലെഫ്റ്റ് റൈറ്റ് മാറുന്നുണ്ട്, അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. ആർ ഇസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ ലെഫ്റ്റിലാണ് ആർ ഇരിക്കുന്നത്. ആർ ഇസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് ടി. അപ്പൊ ടിയുടെ ലെഫ്റ്റിലാണ് ആറ് ഇരിക്കുന്നത്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതി ടിയുടെ ലെഫ്റ്റിലാണ് ആറ് ഇരിക്കുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ ഇസ് നോട്ട് ദ നെയ്ബർ ഓഫ് പി ആൻഡ് ക്യൂ. അപ്പൊ ആറിന്റെ അടുത്ത് ആര് വരാൻ പാടില്ല? ഇവിടെ പിയോ ക്യൂയോ വരാൻ പാടില്ല. ഇവിടെ പിയും വരാൻ പാടില്ല, ഇവിടെ ക്യൂവും വരാൻ പാടില്ല. അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ പിയും ക്യൂവും വരാൻ പാടില്ല. ഇനി the one who is sitting second to the right of T. ടിയുടെ റൈറ്റിൽ നിന്ന് സെക്കൻഡ് ഇരിക്കുന്ന ആൾ, അതായത് ഇവിടെ ഇരിക്കുന്ന ആൾ എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ആള് ടിയുടെ റൈറ്റിൽ നിന്ന് സെക്കൻഡ് ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആൾ എന്ന് പറയുന്നത് is also immediate left of S. അതായത് ഇവിടെ ഇരിക്കുന്ന ആള് എസിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. അതായത് എസ് ഇരിക്കുന്നത് ഇവിടെയാണ് എന്ന് മനസ്സിലായി. എസിന്റെ എസിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ടിന്റെ എന്താണ് വായിച്ചു. ടിന്റെ സെക്കൻഡ് റൈറ്റിൽ ഇരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ എസിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. What is the position of P with respect to T? അപ്പൊ ഇനി നമുക്ക് ആരാ വെക്കാനുള്ളത്? പീനെയാണ് വെക്കാനുള്ളത് അല്ലെ. പിയുടെ പൊസിഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. പീനെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ പീനെ ഇവിടെ വെക്കാം. രണ്ട് പൊസിഷനിലും പീനെ വെക്കാം. അപ്പൊ ആൻസർ നോക്കിക്കേ. പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലും വെക്കാം, സെക്കൻഡ് ടു ദ റൈറ്റിൽ വെക്കാം. അതായത് എയ്തർ എ ഓർ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. സോ ഓപ്ഷൻ ഇസ് എയ്തർ എ ഓർ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 5 persons M, N, O, P and Q are sitting on a circular table facing outwards. Q is sitting second to the left of P, who is the immediate neighbor of M. M is sitting third to the left N, who is the immediate neighbor of O.
only two persons are sitting between N and O. What is the question of? But in which position O is sitting? Your question നിങ്ങൾ കണ്ടുപിടിക്കും. Question answer മതി. നമുക്ക് കിട്ടിയില്ല ആൻസർ. 5 persons M and O, P and Q are sitting on a circular table facing outwards. Okay. Facing outwards. പുറത്തേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. They are facing outwards. Okay. Q is sitting outward ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. Q is sitting. Q നെ എവിടെ വെച്ചു? Q is sitting second to the left of P. പിയുടെ ലെഫ്റ്റ് നിന്ന് സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്. അപ്പൊ പിയുടെ ലെഫ്റ്റ് നിന്ന് സെക്കൻഡ് ആണ് ക്യൂ ഇരിക്കുന്നത്. ഹു എന്ന് പറയുന്ന ആരാണ്? പി. പി ഇസ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എം. പിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് എം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരാം? ഇവിടെ എം വരാം, ഇവിടെ എം വരാം. എവിടെയാണെന്ന് നോക്കാം. എം ഇസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എൻ, ഹു ഇസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഒ. only 2 persons sits between N and O. അപ്പൊ ഞാന് only 2 persons sits between N and O എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ M വെച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ M വെച്ചു എന്ന് വിചാരിക്കാം. M ആണ് പിയുടെ നെയ്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. M is sitting third to the left of N. N-ന്റെ ലെഫ്റ്റ് നിന്ന് തേർഡിലാണ് M ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ N-ന്റെ ലെഫ്റ്റ് നിന്ന് തേർഡ് എന്ന് പറയുമ്പോൾ 1, 2, 3 ഇവിടെയാണ് എന്തിരിക്കുന്നത്? എം ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എമ്മിനെ വെച്ചാൽ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കണ്ടീഷൻ നേരെ ആവത്തില്ല. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് എമ്മിന്റെ പൊസിഷൻ. എം ഇസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എൻ. എൻ ഹു ഇസ് നോട്ട് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഒ. എന്നിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല ഒ. അപ്പം ഇവിടെയാണ് ഒ വരുന്നത്. കണ്ടോ? ഇവിടെ എൻ അല്ല എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് അത്. എൻ ഇസ് നോട്ട് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഒ. ഇവിടെ നമ്മൾ പകരം ഇവിടെ എന്നിനെ ഇവിടെ എന്നിനെ വെച്ച് കഴിഞ്ഞാൽ എന്നിന്റെ നെയ്ബർ ആയിട്ട് ഒ വരും. അത് പോസിബിൾ അല്ല. ഓക്കെ. only 2 persons are sitting between എന്നിന്റെയും ഓയിന്റെയും ഇടയിൽ ആരുണ്ട്? 2 പേര് ഇരിക്കുന്നുണ്ട്. എന്നിന്റെയും ഓയിന്റെയും ഇടയിൽ ഇതാ 2 പേര് ഇരിക്കുന്നുണ്ട്. ഓക്കെ. 5 പേരേ ഉള്ളൂ. ഈ ക്യൂനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇൻ വിച്ച് പൊസിഷൻ ഓ ഇസ് സിറ്റിംഗ്? ഓ ഇരിക്കുന്നത് ഏത് പൊസിഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓ ഇസ് സിറ്റിംഗ് ഏത് പൊസിഷനിലാണ്? ഓ ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് പി. പിയുടെ റൈറ്റിൽ നിന്ന് ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഓ ഇസ് സിറ്റിംഗ് right of P, second to the right of P, left of N, right of N. അപ്പം O എന്ന് പറയുന്നത് എങ്ങനെയാണ്? O സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് പി. പിയുടെ റൈറ്റിൽ നിന്ന് സെക്കൻഡ് ആണ് പോയിരിക്കുന്നത്. സോ അതാണ് ആൻസർ. ഓക്കെ. അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പി ക്യു ആർ എസ് ടി ആൻഡ് യു ആർ സിറ്റിംഗ് ഇൻ എ റോ ഓഫ് ദ ക്ലാസ് ഫേസിംഗ് നോർത്തിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. P, Q, R, S, T, U. നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ. P sits second to the left of R. R who is
എക്സ്ട്രീം എൻഡിൽ. എക്സ്ട്രീം എൻഡിലാണ് ആരിയിരിക്കുന്നത്? എക്സ്ട്രീം റൈറ്റ് എൻഡിലാണ് ആരിയിരിക്കുന്നത്? ഇരിക്കുന്നത്. അപ്പൊ ആറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. എക്സ്ട്രീം റൈറ്റ് എൻഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ പി സിക്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ആറിന്റെ ലെഫ്റ്റ് നിന്ന് രണ്ടാമതാണ് ആരിയിരിക്കുന്നത്? പി ഇരിക്കുന്നത്. ഇതാദ്യത്തെ, രണ്ടാമത്തെ. പി ഇവിടെ ഇരുന്നു. ഓൺലി 2% സിക്സ് ബിറ്റ്വീൻ പിന്റെയും ക്യൂവിന്റെയും ഇടയിൽ രണ്ടുപേര് ഇരിക്കുന്നു. അപ്പൊ ക്യൂവിനെ ഇവിടെ എത്താനേ പറ്റുള്ളൂ. ഓൺലി 1% സിക്സ് ബിറ്റ്വീൻ എസ് ആൻഡ് യു. എസിന്റെയും യുവിന്റെയും ഇടയിൽ ഒരാൾ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എസിനെയും യുവിനെയും ഇവിടെ, ഒന്നില്ലെങ്കിൽ എസിനെയും യുവിനെയും ഈ രണ്ട് സ്പോട്സിലാണ് ഇരുത്താൻ പറ്റുക അല്ലെ. എസിനെയും യുവിനെയും നമുക്ക് ഇവിടെ ഇരുത്താം. ഇനി നോക്കാം എവിടെയാണ് ഇരിക്കേണ്ടതെന്ന്. നോക്ക്, യു ഹൂസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ആർ. ആറിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് യു. അപ്പം ഇവിടെ എസ് ഫിക്സ്ഡ്. ഇനി പാര ബാക്കിയുള്ളത് ഒരു ടി ഉണ്ട്. ടീനെ ഇവിടെ എത്തി. ഇനി എന്താ വേണ്ടത്? വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി? ടീനെ വെച്ച് നോക്കുമ്പോൾ ആരുടെ പൊസിഷൻ ആണ്? ടിയുടെ പൊസിഷൻ എന്താണ്? ടീനെ വെച്ച് നോക്കുമ്പോൾ ടിയുടെ പൊസിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീനെ വെച്ച് നോക്കുമ്പോൾ ടിയുടെ പൊസിഷൻ എന്താണ്? അപ്പൊ എന്താ? 4 ടു ദ റൈറ്റ്, സെക്കൻഡ് ടു ദ, ടീനെ വെച്ച് നോക്കുമ്പോ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ്, അല്ലെ, ടിയുടെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് ആരിയിരിക്കുന്നത്? പി. സി, ഈ ക്വസ്റ്റ്യൻ തിരിച്ചും വരാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്നും ചോദിക്കാം. ടിയുടെ പൊസിഷൻ എന്താണ്? പീനെ വെച്ച്. അപ്പൊ നമ്മൾ പീനെ വെച്ച് നോക്കണം. പീനെ വെച്ച് നോക്കുമ്പോൾ ടി എങ്ങനെയാണ്? ടിയുടെ ലെഫ്റ്റീന്ന് സെക്കൻഡ് ആയിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആരെ വെച്ചാണ് നോക്കണം. പൊസിഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ ടിന്റെ പൊസിഷൻ എങ്ങനെയാണ്? ആരെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്? ടി ആണ് റെഫറൻസ്. അപ്പൊ ടിയുടെ ലെഫ്റ്റിൽ നിന്ന് എത്രാമത്തെയാണ്? അല്ലെങ്കിൽ ടിയുടെ സെക്കൻഡ് റൈറ്റിലാണ് പി ഇരിക്കുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? അത് ക്വസ്റ്റ്യൻ എപ്പോഴും അങ്ങനെ ഇല്ല. അപ്പൊ രണ്ട് ഇതിലും നമ്മൾ എന്താ പറയാ, ചിന്തിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണെങ്കിൽ ആൻസറും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കൊടുക്കും. ഇത് നമ്മുടെ വൊക്കാബുലറിയും കൂടി എന്താണ് മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അല്ലെ, ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ്സിൽ ഓക്കെ ആണ് എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയൂ. ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. സൗത്തിലേക്കാണ് ഫേസ് ചെയ്യേണ്ടത്. കണ്ടീഷൻസ് വരച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. How many people sits with me? Yes, one is the correct answer. Very good. ഒരാൾക്ക് ആൻസർ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. 5 പേരുണ്ട്. ദേ ആർ ഫേസിങ് സൗത്ത് അല്ലെ. 1 2 3 4 5 സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ദേ ആർ ഫേസിങ് സൗത്ത്. അപ്പൊ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഓക്കെ. ഇനി only 1% sits between ഡിയുടെയും സിയുടെയും ഇടയില് ഒരാളെ ഉള്ളൂ. എ സിറ്റ്സ് വൺ ഓഫ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ലൈൻ. ലെഫ്റ്റ് എൻഡിലാണ് എ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ ഇവിടെയാണ് ഇരിക്കുന്നത്. ബി സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. എയുടെ റൈറ്റിൽ നിന്ന് മൂന്നാമതാണ് ബി ഇരിക്കുന്നത്. അപ്പൊ 1 2 3 ബി ഇരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. ഹൂസ് ഇവിടെ ആരാണ്? ഹൂ എന്ന് പറഞ്ഞാൽ എ. A is second,
ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഇയുടെ ലെഫ്റ്റിന്ന് സെക്കൻഡുമാണ് ആരിയിരിക്കുന്നത്, എ ഇരിക്കുന്നത്. സോ അതും നമുക്ക് കിട്ടി. ഓക്കെ, അതും നമുക്ക് കിട്ടി. നല്ലൊരു സൗണ്ട് കേട്ട്. യെസ്, ഇനി എന്താണ്, ഇനി എന്താ നമുക്ക് വേണ്ടത്? ഡിയുടെയും സിയുടെയും ഇടയിൽ ഒരാളെ ഉള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം സി ഇവിടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി ഇവിടെ ആയിരിക്കും. ഓക്കെ, ഹൗ മെനി പീപ്പിൾ സിറ്റ്സ് ബിറ്റ്വീൻ ഡി ആൻഡ് ഡി? ഡിയുടെയും ഇയുടെയും ഇടയിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്? ഡിയുടെയും ഇയുടെ ഇടയിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്? 1. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 is the answer. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഭയങ്കര ഈസി, പസിൽ എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ്. 5 persons A, B, C, D and E live in a 5-floor building. Ground floor be the first. അപ്പൊ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, തേർഡ് ഫ്ലോറ്, ഫോർത്ത് ഫ്ലോറ്, ഫിഫ്ത് ഫ്ലോറ്, അങ്ങനെയാണ് നമ്മളുടെ ബിൽഡിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ ബി സി ഡി ജീവിക്കുന്നുണ്ട്. എ ലിവ്സ് ഓൺ ദ ഈവൻ പ്രൈം നമ്പർ ഫ്ലോർ. ഈവൻ പ്രൈം നമ്പർ ഏതാണ്? 2 is the even prime number. അപ്പൊ എ 2-ലാണ് ഉള്ളത്. ബി ലിവ്സ്, ഫ്ലോറിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത്. B lives on neither prime numbered floor nor even numbered floor. അപ്പൊ പ്രൈം നമ്പറും ഈവൻ നമ്പറും അല്ലാത്ത ആരാണ്? 1 ആണ്. അപ്പൊ അവിടെയാണ് ആരിയ്ക്കുന്നത്? ഡി അവിടെയാണ് ഇരിക്കുന്നത്. നോ വൺ ലിവ്സ് അപ്പോൺ ഫ്ലോർ ഓഫ് സി. സിയുടെ ഫ്ലോറിന്റെ മുകളിലേക്ക് ആരും ജീവിക്കണില്ല. അപ്പൊ സി ഇരിക്കുന്നത് എവിടെയാ? ടോപ്പ് ഫ്ലോറിലാണ്. ഇ ലിവ്സ് ഓൺ ആൻ ഈവൻ നമ്പേർഡ് ഫ്ലോർ. ദെൻ ഹൂ ലിവ്സ് ഇൻ മിഡിൽ? ഇ എന്ന് പറയുന്നത് ഈവൻ നമ്പേർഡ് ഫ്ലോറിലാണ്. അപ്പൊ ഇ ഇവിടെയാണ്. ഇനി ആരാ ബാക്കിയുള്ളത്? ബി. അപ്പൊ ആരാണ് മിഡിലിൽ ജീവിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ് മിഡിലിൽ ജീവിക്കുന്നത്? ബി ആണ് മിഡിലിൽ ജീവിക്കുന്നത്, അല്ലെ? ആൻസർ എന്താണ്? ആൻസർ ഇസ് ബി. ബി ആണ് മിഡിൽ ഫ്ലോറിലുള്ളത്. കറക്റ്റ് അല്ലേ? മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 friends L, M, N, O, P are living in 5 floors of a building, not necessarily in the same order. There are only 2 friends living above n. എന്നിന്റെ മുകളിലേക്ക് 2 ഫ്ലോറുകൾ ഉണ്ട്. ഓക്കെ, എന്നിന്റെ മുകളിലേക്ക് 2 ഫ്ലോറുകൾ ഉണ്ട്. പി ഇസ് ലിവിംഗ് അറ്റ് ദ ടോപ്പ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്. അപ്പൊ പി ആണ് ഏറ്റവും മുകളിൽ ജീവിക്കുന്നത്. O ഇസ് ലിവിംഗ് ഇൻ വൺ ഓഫ് ദ ഡൗൺ ഫ്ലോർസ് ഓഫ് എൻ. എന്നിന്റെ അടിയിൽ ഉള്ള, ഇപ്പൊ നമുക്കറിയാം ടോട്ടൽ എത്ര ഫ്ലോർ ഉണ്ട്? 1, 2, 3, 4, 5 ഫ്ലോർ ഉണ്ട്, അല്ലെ? അപ്പൊ എന്നിന്റെ അടിയിലുള്ള ഫ്ലോറിൽ ഏതോ ഒന്നിലാണ് എന്തിരിക്കുന്നത്? ടി ഉള്ളത്, അല്ല ഓ ഉള്ളത്, അല്ലെ? ഓ ഇസ് ലിവിംഗ് വൺ ഓഫ് ദ, ഒന്നിലേക്ക് തൊട്ടടിയിലാവാം അല്ലെങ്കിൽ ഏറ്റവും അടിയിലാവാം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മൊത്തം ക്വസ്റ്റ്യൻ വായിക്കണം. ശരി, ഓക്കെ. ഇനി എന്താ? എം ഇസ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ അബവ്. അതായത് എം ഇസ് ഓൺ ദ തേർഡ് ഫ്ലോർ അബവ് ഒ. ഓയിന് മുകളിലുള്ള തേർഡ് ഫ്ലോറിലാണ് ആര്? എം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓ വന്നാൽ ശരിയാവൂ? ഇല്ല. അപ്പൊ എവിടെയാണ് ഓ? ഓ ഏറ്റവും അടിയിലാണ് വരേണ്ടത്. സോ ഓ ഇസ് ഹിയർ. ഓ ഇവിടെയാണ് വരുന്നത്. അപ്പൊ എം എന്ന് പറയുന്നത് എവിടെ വരും? എം എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പൊ എൽ എന്ന് പറയുന്നത് എവിടെ വരും? എൽ എന്ന് പറയുന്നത് ഇവിടെ വരും. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? എൽ ഏത് ഫ്ലോറിലാണ്? എൽ ഏത് ഫ്ലോറിലാണ്? സെക്കൻഡ് ഫ്ലോറിലാണ്, അല്ലെ? എൽ ഇസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5 tables T1, T2, T3, T4, T5 are numbered are kept one above the other. Not necessarily in the same order. The numbers of the table T5 are same as the numbers of the table T4. നോക്ക്, the number of the tables above T5. T5ന്റെ മുകളിലുള്ള ടേബിളിന്റെ എണ്ണവും T4ന്റെ താഴേക്കുള്ള ടേബിളിന്റെ എണ്ണവും സെയിം ആണ്. T3 is just above T1. T1ന്റെ മുകളിലാണ് T3 എന്ന് പറയുന്നത്. ഓക്കെ. T5 is at the bottom. ഏറ്റവും അടിയിൽ എന്ന് പറയുന്നത് T5 ആണ്. There are 2 tables between T2 and T5. അപ്പൊ T5 അടിയിൽ കൊടുത്തു. T5ന്റെയും T2ന്റെയും ഇടയിൽ 2 ടേബിൾസ് ഉണ്ട്. ഓക്കെ, ശരിയാണ്. മുകളിൽ എന്താ? T4 വരും. ഇപ്പൊ നോക്കിക്കേ, ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് കറക്റ്റ് അല്ലേ? T5ന്റെ മുകളിലേക്ക് 4 ടേബിൾസ് ഉണ്ട്. T4ന്റെ താഴത്തേക്ക് 4 ടേബിൾസ് ഉണ്ട്. Which of the following is the correct position of T1? T1ന്റെ കറക്റ്റ് പൊസിഷൻ എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. T1ന്റെ കറക്റ്റ് പൊസിഷൻ എവിടെയാണ്? T1 is just above T5. Yes, option A is the correct answer, അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ ബി സി ഡി വരികയാണെങ്കിൽ ഓപ്ഷൻ എ is the correct answer. Okay, simple.
ഇതും നല്ലൊരു ക്വസ്റ്റൻ ആണ്. 5 movies F1, F2, F3, F4 and F5 are displayed from Monday to Friday. Only one movie is displayed on Monday. അതായത് Monday to Friday 5 movies കാണിക്കും. ഒരു ദിവസം ഒരു മൂവിയാണ് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. One movie is displayed on each day. Each movie is displayed only one time. Okay. Movie F1 is displayed on Monday. അപ്പൊ നമുക്ക് ചെയ്യാം Monday, Tuesday, Wednesday, Thursday, Friday. Okay. Monday, Tuesday, Wednesday, Thursday, Friday. Okay. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് F1 Monday ഡിസ്പ്ലേ ചെയ്തു. Okay. 2 movies are displayed between F4 and F5. F2 is displayed just 1 day after F5. അപ്പൊ F4നും F5നും ഇടയില് 2 മൂവീസ് ഉണ്ട്. അപ്പൊ F4 ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ F4 ഇവിടെ ആയിരിക്കണം, F5 ഇവിടെ ആയിരിക്കണം. കാരണം എന്തുകൊണ്ട് ഞാൻ F5നെ ഇവിടെ എഴുതിയെന്ന് വെച്ചാൽ F2 F5 കഴിഞ്ഞാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ F5നെ ഞാൻ ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം F2 അത് കഴിഞ്ഞാണ് ഡിസ്പ്ലേ ചെയ്തത്. അപ്പൊ F5നെ അവിടെ കൊണ്ടെഴുതും. ഓക്കെ. ഇനി എന്താ ബാക്കിയുള്ളത്? ഒരു F3 ബാക്കിയുണ്ട്. എന്താ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്? വെഡ്നെസ്ഡേ ഡിസ്പ്ലേ ചെയ്യുന്ന മൂവി ഏതാണ്? വെഡ്നെസ്ഡേ ഡിസ്പ്ലേ ചെയ്യുന്ന മൂവി ഏതാണ്? F2 ആണല്ലേ? F2 is the correct answer. Option A. F2 ആണ് വെഡ്നെസ്ഡേ ഡിസ്പ്ലേ ചെയ്യുന്ന മൂവീസ്. F2 ആണ് വെഡ്നെസ്ഡേ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ. ഇനിയാണ് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേ വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ച എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്യൂ. എങ്ങനെയാ വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? അതായതാണ് ആൻസർ വരുന്നത്? പറയൂ. സൗമ്യന് ആൻസർ കിട്ടിയോ? ആയിരിക്കാം. എത്ര പേരുണ്ട്? 2, 4, നമുക്ക് ഇതിന് 2, 4 ഒന്ന് 5 പേരുണ്ട്. അവരുടെ കൂടെ എന്താ 2 ഗസ്റ്റും ഉണ്ട്. അപ്പൊ 7 പേര് ടോട്ടൽ ഉണ്ട്. 7 പേര് ടോട്ടൽ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. 7 പേര് ടോട്ടൽ ഉണ്ട്. Have to sit in a row to get a photograph. Harsha and Shastri, being the youngest among the group, sits on the either side. അപ്പൊ ഹർഷയും ശാസ്ത്രിയും നമുക്ക് എന്താണ് 2 സൈഡിൽ കിട്ടണം. അപ്പൊ ഞാൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹർഷേനെ ഇരുത്താം, അല്ലെങ്കിൽ ഇവിടെ ശാസ്ത്രീനെ ഇരുത്താം. ഞാൻ ഇവിടെ ഹർഷേനെ ഇരുത്തിക്കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഹർഷേനെ ഇരുത്തി, ഇവിടെ ആരെ ഇരുത്തി? ശാസ്ത്രീനെ ഇരുത്തി, ശാസ്ത്രിനെയും ഇരുത്തി, ശാസ്ത്രീനെയും ഇരുത്തി എന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആൻസർ നമുക്ക് ആരോ ചോദിച്ചു 2 തരത്തിൽ ഡയഗ്രാം വരയ്ക്കാമോ എന്നൊക്കെ. അപ്പൊ നമ്മള് ഡയഗ്രാം വേറെ രീതിയിൽ വരച്ച ഓപ്ഷനില് വേറെ രീതിയിൽ വരയ്ക്കുമ്പോഴും നമ്മുടെ ലോജിക്ക് വർക്ക് ആവുന്നുണ്ട്. ആൻഡ് നമുക്ക് അങ്ങനെ ആൻസർ ഓപ്ഷനിൽ ഇല്ല എങ്കിൽ വിച്ച് മീൻസ് അങ്ങനെയല്ല വരയ്ക്കേണ്ടതെന്നാണ് കേട്ടോ.
അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഓപ്ഷൻ ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. ഹർഷേനെയും ശാസ്ത്രിനെയും ഇവിടെ ഇരുത്തി. ഫസ്റ്റ് കാര്യം കഴിഞ്ഞു. Since Kapil and Srikanth are guest speakers, they sit together. Okay. But Kapil and Sunny അവർ തമ്മിൽ ഒന്നിച്ചിരിക്കാൻ പാടില്ല. Kapil and Sunny do not get along with each other and should be seated. കപിലിന്റെയും സണ്ണിയുടെയും ഇടയിൽ രണ്ടുപേരും ഉണ്ടാവണം. Sindhu, being the victim of all their leg pulling, is upset and sits with one of the youngest. അപ്പൊ സിന്ധുവിന് ഒന്നില്ലെങ്കിൽ ഹർഷയുടെ അടുത്തോ അല്ലെങ്കിൽ ശാസ്ത്രിയുടെ അടുത്തോ ആണ് ഇരുത്തേണ്ടത്. ഓക്കെ. അപ്പം സിന്ധുവിനെ എനിക്ക് ഇവിടെ ഇരുത്താം അല്ലെങ്കിൽ ഇവിടെ ഇരുത്താം. ഞാൻ ഇവിടെ സിന്ധുവിനെ ഇരുത്തിന്ന് വിചാരിക്കാം. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് വർക്ക് ആവുന്നത്. സിന്ധുവിനെ ഞാൻ ഇവിടെ ഇരുത്തി. സിന്ധുവിനെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് അടുത്ത എന്താണ് കപിൽ ആൻഡ് ശ്രീകാന്ത്. കപിലിനെയും ശ്രീകാന്തിനെയും ഒന്നിച്ചിരുത്തണം. അതേപോലെ തന്നെ എന്താണ് കപിലിന്റെയും സണ്ണിയുടെയും ഇടയിൽ രണ്ടുപേര് വേണം. അപ്പൊ കപിലിനെയും ശ്രീകാന്തിനെയും ഒന്നിച്ചിരുത്തി കപിലിന്റെയും സണ്ണിനെയും ഒന്നിച്ചിരുത്താൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ കപിലിനെ ഇരുത്തി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് ആരെ ഇരുത്തണം? ശ്രീകാന്തിനെ ഇരുത്തണം അല്ലെ? കപിലും ശ്രീകാന്തും ഒന്നിച്ചാണ്. കപിലിന്റെയും സണ്ണിയുടെയും ഇടയിൽ രണ്ടുപേര് വേണം. ഓക്കെ, കപിലിന്റെയും സണ്ണിയുടെ ഇടയിൽ രണ്ടുപേര് വേണം. അപ്പൊ നടുവിൽ ആര് വരും? ബാക്കിയുള്ള ബോയ്ക്കോട്ട് വരും അല്ലെ? അപ്പൊ ആൻസർ ഏതാണ്? ആരാണ് നടുവിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് ബോയ്ക്കോട്ട്. ഓക്കെ, ബോയ്ക്കോട്ടാണ് ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ തിരിച്ചു ചെയ്യായിരുന്നു എന്ന് വിചാരിക്കും. ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുണ്ടോ? തിരിച്ചു ചെയ്യുന്നൂടെ? തിരിച്ചു ചെയ്യാൻ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഹർഷനെ എഴുതി, ഇവിടെ ശാസ്ത്രീനെ എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ സിന്ധുവിനെ എഴുതി. തിരിച്ചു എഴുതാലോ? എനിക്ക് ഇവിടെ കപിലിനെ എടുത്താലോ? ഇവിടെ കപിലിനെ എടുത്തി കഴിഞ്ഞാൽ ഇവിടെ ശ്രീകാന്തിനെ എടുത്തേണ്ടി വരും അല്ലെ? അപ്പൊ ഇവിടെ സണ്ണി വരും. അപ്പൊ ഇവിടെ ബോയ്ക്കോട്ട് വരും. അപ്പോ ആരാണ് നടുവിൽ വരുന്നത്? ശ്രീകാന്ത് വരും. അത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യന് തന്നെ ഒരുപാട് ടൈപ്പിൽ ഡയഗ്രാം വരയ്ക്കാൻ ചില ക്വസ്റ്റ്യൻസിന് ചാൻസസ് വരും. ഡയഗ്രാം ക്യാൻ ബി മെയ്ഡ്. അവർ പറയുന്ന ലോജിക്കില് നമുക്ക് ഒരുപാട് രീതിയിൽ ഡയഗ്രാം മേക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓപ്ഷനിൽ ഒരു കറക്റ്റ് ആൻസറേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സേഫ് സോൺ ആണ്. ഒരു കറക്റ്റ് ആൻസറേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പം നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഈ മിസ് പറയുന്ന രീതിയിലല്ലോ ഇങ്ങനെ ഡയഗ്രാം ചെയ്തപ്പോഴും ഇറ്റ് മേക്ക് സെൻസ് അല്ലെ? അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഓപ്ഷനിൽ ഒരു കറക്റ്റ് ആൻസർ ഉണ്ടാവുള്ളൂ. അത് അവർ എന്തായാലും എൻഷുർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. A, B, C, D, E, F, G, H are sitting around a circular table facing towards center. H is on the immediate left of A but is not neighbor of B or E. F is on immediate right of B. C is between E and F. G is neighbor of E, who is between A and B. ഇയുടെയും ബിയുടെയും ഇടയിൽ ആരാണ് ഇരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. സർക്കുലർ ടേബിളിൽ സെന്ററിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വരയ്ക്കാം. ഓക്കെ, 1 2 3 4 5 6 7 സെന്ററിലേക്ക് നോക്കി സർക്കുലർ ടേബിളിൽ ഇരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ വരച്ചു നോക്കാം. അതായത് എച്ച് ഇസ് ഓൺ ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. അതായത് എയുടെ ലെഫ്റ്റിലാണ് എച്ച് എന്ന് പറയുന്നത് അല്ലെ? പക്ഷെ എന്താണ് ബട്ട്? അതായത് എച്ചിന്റെ ഇവിടെ ഡിഒ ഇഒ എച്ചിന്റെ ഇവിടെ വരാനായിട്ട് പാടില്ല. എച്ചിന്റെ അടുത്ത് ഡിഒ ഇഒ വരാൻ പാടില്ല. എഫ് ഇസ് ഓൺ ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ഡിയുടെ റൈറ്റിലാണ് എഫ് വരുന്നത്. സി ഇസ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്. ഇന്റെയും എഫിന്റെയും ഇടയിൽ സി ഉണ്ട്. ജി ഇസ് ദ നെയ്ബർ ഓഫ് ഇ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോ ഇതിൽ വരയ്ക്കാമല്ലോ. വരയ്ക്കാം. ഇതെടുത്ത് എഴുതാം അല്ലെ? ബി വന്നു. ബിയുടെ ലെഫ്റ്റിലേക്ക് ആര് വന്നു? എഫ് വന്നു അല്ലെ? ബിയുടെ റൈറ്റിലേക്ക് എഫ് വന്നു. ബിയുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ബിയുടെ റൈറ്റിൽ എഫ് വന്നു. എഫിന്റെയും ഇന്റെയും ഇടയിൽ സി വന്നു. സിയുടെ അടുത്ത് ജി വന്നു. ഓക്കെ, ഇനി എന്താ നമുക്ക് തന്നിരുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് എച്ചും എയും തന്നിരുന്നു അല്ലെ? എച്ചും എയും തന്നിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എച്ച്
which is on the immediate left of A. എയുടെ ഇവിടെയാണ് ലെഫ്റ്റ്, എയുടെ ലെഫ്റ്റില് നമ്മൾ എച്ചിനെ വരച്ചു. അപ്പൊ ഇവിടെ ആര് ബാക്കിയുണ്ട്? ബി ബാക്കിയുണ്ട്. അപ്പൊ ബിയുടെയും എയുടെയും ഇടയിൽ ആരാണെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഇറ്റ് ഇസ് ബി. ബിക്കോസ് നമുക്ക് ഇതിപ്പോ വരാൻ പോകുന്ന സംശയം, എനിക്ക് ഇവിടെ എനെയും എച്ചിനെയും വെച്ചൂടെ? ഇവിടെ എനെയും എച്ചിനെയും വെച്ചാൽ ബിയുടെയും എയുടെ ഇടയിൽ ആരെങ്കിലും വരും? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എനെയും എച്ചിനെയും വെച്ചത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ കൺഫ്യൂഷൻ എപ്പോഴാണ് മാറാന്ന് വെച്ചാൽ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. നമ്മള് ക്വസ്റ്റ്യൻ ചെയ്യാതെ നമ്മളിങ്ങനെ പഠിക്കുമ്പോ ചുമ്മാ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കൺഫ്യൂഷൻസ് ഇങ്ങനെ മനസ്സിലിരിക്കുക തന്നെ ചെയ്യും. നമ്മളത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം, നമ്മുടെ കൺഫ്യൂഷൻസ് മാറാം. ഇവിടെ നമുക്ക് എ ഇ ഐ ഒ യു ആർ സെറ്റിംഗ്. എ ഇ ഐ ഒ യു ആർ സെറ്റിംഗ് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. O sitting next to E and U. ഇയുടെയും യുവിന്റെയും നടുവിലാണ് O ഇരിക്കുന്നത്. ഇയുടെയും യുവിന്റെയും. A is sitting next to I. The one who is sitting to the left is the U. അതായത് ലെഫ്റ്റിൽ ഇരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? യു ആണ് ലെഫ്റ്റ് ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. യുവിന്റെയും ഇയുടെയും ഇടയിലാണ് O ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. The one who is sitting left to you, who is not sitting on the side of E. കണ്ടോ, എ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ആരാണ്? യുവിന്റെ അടുത്തിരിക്കുന്ന ആൾ. The one who is sitting left of you. യുവിന്റെ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്? A is sitting next to I. A is sitting next to I. A is sitting next to I. The one who is sitting left is the U. Left ഇരിക്കുന്ന U ആണ്. Who is not sitting at the side of A. എയുടെ സൈഡിലല്ല U ഇരിക്കുന്നത്. അതായത് U ഇവിടെ അല്ല എന്ന് പറയാണ്. ഓക്കെ, who is sitting in the middle? മിഡിൽ ഇരിക്കുന്ന ആരാണ്? E ആണ് മിഡിൽ ഇരിക്കുന്നത്. മിഡിൽ ഇരിക്കുന്നത് ആരാണ്? E ആണ്. E is sitting in the middle. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിലൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോ ലെറ്റർ കോഡിംഗിൽ കണ്ട നമ്മൾ ചെയ്യാത്ത പാറ്റേണിലുള്ള 2 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ ഞാൻ അതും കൂടി ഇതിൽ വെച്ചു. ബിക്കോസ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ലെറ്റർ കോഡിംഗ് ആയിരുന്നല്ലോ. ഇവിടെ നോക്കിക്കേ, അതും കൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അബൈഡിന് അവർ കോഡ് ചെയ്തിരിക്കുന്നത് 1 4 8 1 1 6 2 5 എന്നാണ് അബൈഡിന് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അബൈഡിന്റെ ലെറ്റർ കോഡ്സ് ഞാൻ എഴുതുകയാണ്. എക്ക് 1 ആണ്, ബിക്ക് 2 ആണ്, ഐക്ക് 9 ആണ്, ഡിക്ക് എത്രയാ വന്നത്? ഡി എസ് 4, ഇ എസ് 5 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 1ന്റെ സ്ക്വയർ ആണ് അല്ലെ, 1ന്റെ സ്ക്വയർ ആണ് ഇത് വരുന്നത്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 8, 9ന്റെ സ്ക്വയർ 81, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. അങ്ങനെയാണെങ്കിൽ കേജിന് എങ്ങനെയാണ് കോഡ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. കേജിന്റെ കോഡ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ കേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാ ലെറ്റേഴ്സ് വരുന്നത്. സി എസ് 3, എ എസ് 1, ജി എസ് 7, ഇ എസ് 5, ഡി എസ് 4. ഇവരുടെ സ്ക്വയർ എഴുതിയാൽ മതി. 3യുടെ സ്ക്വയർ 9, 1, 7ന്റെ സ്ക്വയർ 49, 5ന്റെ സ്ക്വയർ 25, 4ന്റെ സ്ക്വയർ 60. അപ്പൊ 91492516 ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മോക്ക് ടെസ്റ്റിൽ കണ്ടപ്പോൾ അത് എടുത്തതാണ്. ഇനി ഇവിടെ നോക്കാം. 3 of the following 4 pairs are likely in a certain way. 1 is different. Select the odd one. ഇതിൽ odd one ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നത്. റിവേഴ്സ് ലെറ്റേഴ്സ് ആണ്. റിവേഴ്സ് ലെറ്റേഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എസിന്റെ റിവേഴ്സ് ലെറ്റർ ആണ് എച്ച് എന്ന് പറയുന്നത്. യുവിന്റെ റിവേഴ്സ് ലെറ്റർ ആണ് എഫ് എന്ന് പറയുന്നത്. എഫും യുവുമാണ്. എല്ലിന്റെ ഒ ആണ്. ഇവിടെ നോക്കിക്കേ, ക്യൂവിന്റെ ജെ ആണ്, ജെയിന്റെ ക്യൂ ആണ്, ആറിന്റെ എന്താണ് ഐ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് റോങ്. ബാക്കി എല്ലാവരും എന്താണ് റിവേഴ്സ് ലെറ്റേഴ്സിലാണ് പോയിരിക്കുന്നത്. ടിന് കെ ആണ്, എച്ചിന് എസ് ആണ്, കെക്ക് പി ആണ്, എക്ക് സെഡ് ആണ്, ഇക്ക് ബി ആണ്, ഡബ്ല്യുവിന് ഡി ആണ്, എഫിന് യു ആണെന്ന് ഓർത്ത് വെക്കാട്ടെ. എഫിന് ഇസ് യു. നമ്മൾ ഫൺ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തിരുന്നു അല്ലെ, എഫ് യു എന്ന് ഓർത്തിരുന്നു. ഇനി എന്താണ്, ഇതും കൂടെ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. 3 of the following 4 letter clusters are alike in a certain way and 1 is different. Select the odd one. Odd one ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എം കെ എക്സ്
കോഡ് ചെയ്യുക 13, 11, 24 ആണ്. ഇവിടെ നോക്കാം 13 plus 11 is equal to 24. G K R ആണ്. G is 7, K is 11. 11 plus 7 is 18. കണ്ടോ? Q I Z ആണ് വരുന്നത്. Q is 17, I is 9, Z is 26. 17 plus 9 is 26. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? നോക്കുക തന്നെ വേണ്ട, നമുക്കറിയാം. ബാക്കിയുള്ളതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതാണ്. H is 8, N is 14. 14 8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 21 അല്ലെ? 14 പ്ലസ് 8 ഇസ് നോട്ട് ഈക്വൽ ടു 21. സോ 22 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എന്താ പറയാ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് എന്താ പറയാ ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊത്തം തെറ്റുന്ന ചാപ്റ്റർ കൂടിയാണ്. സോ താങ്ക് യു എവ്രിവൺ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് ലീവ് ചെയ്യാം. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ എക്സ്പ്രസ് വേഗതയിൽ RRB JEE ടയർ 1 എക്സാം സ്വന്തമാക്കിയാലോ? അതിനായി മുൻവർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും എന്നതാണ് ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, പീരിയോഡിക് ടെസ്റ്റ് ആൻഡ് അസസ്മെന്റ്, അതിലൂടെയുള്ള സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നിവ ഈ കോഴ്സിന്റെ മറ്റു പ്രത്യേകതകളാണ്. ടെക് PSC ഒരുക്കുന്ന ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ എക്സ് ഓഫറായ വെറും 999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.